ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീകല, ജഗദമ്മ, ബിജി ബിജു, ജയാനില്, രുക്മിണി മോഹൻ, നിർമ്മല പവിത്രൻ, ഗീതാ നായർ, സ്മിത, പ്രസന്ന എല്ലാവരുടെയും കമൻസുകൾ ഞാൻ വായിച്ച് ഭഗവാനിൽ അർപ്പിച്ചു. എന്നാൽ ഒരു പ്രസന്ന എന്ന് പറഞ്ഞ മകൾ അല്പം സുഖമില്ലാത്തൊരു കുട്ടിയാണ്. വിവാഹം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല, ആശ്രയമായി ഭഗവാൻ മാത്രമാണ് എന്ന സഹോദരങ്ങളാണ് അവരെ രക്ഷിക്കുന്നത്. എന്നാൽ ഈശ്വരനോട് എപ്പോഴും ഏത് സമയവും ഇത് തന്നെയാണ് ചിന്ത. അതുകൊണ്ട് എന്ത് വന്നു, അവർക്ക് മറ്റ് ചിന്തയിലേക്ക് മനസ്സ് പോകാതെ എപ്പോഴും ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ത്രിമൂർത്തികളായി പരമാത്മാവായി ഏക അദ്വൈതമായിരുന്ന ഈശ്വരനെ മൂന്നായി ത്രിമൂർത്തികളെ അവർ ദർശനത്തിൽ കണ്ടു. പിന്നെ പോരാഞ്ഞിട്ടോ ധ്യാനിച്ച സമയത്ത് ഈ തലയോട്ടിക്ക് ഒരു ഇളക്കോ ഒരു വല്ലാതൊക്കെ വരും. അതെനിക്ക് എന്തോ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അടിച്ചു പൊട്ടിക്കുന്നത് പോലുള്ള അവസ്ഥ എനിക്കുണ്ടായി. എനിക്കൊന്ന് പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഭയന്നു പോയി. പക്ഷേ ഇവർക്ക് അതിൻ്റെ ഒരു ആരംഭം ചെറിയ കുലുക്കങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് അടിച്ച് തല. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം അവർക്ക് ആനന്ദമാണ്, എപ്പോഴും സന്തോഷമാണ്. കാരണം എന്താ, അത് പരമാത്മാവിലേക്ക് അടുത്തുള്ള ആ ഒരു തൃക്കണ്ണ് തുറക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് എനിക്ക് അറിയാവൂ. കാരണം എൻ്റെ അനുഭവം അങ്ങനെ ആണ്. ഇത് അങ്ങനെ തന്നെയാണ്. അത് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇനി കാരണം അത് അത്രയും വന്നപ്പം ഒന്ന് വിഷമിച്ച് മനസ്സൊന്ന് ചഞ്ചലിച്ചപ്പം അതിൻ്റെ ബാക്കി അങ്ങോട്ട് കിട്ടിയില്ല. അത് ലയിച്ച് തന്നെ ഇരുന്നാലേ അതിൻ്റെ ബാക്കി നല്ല തലയോട്ടിയൊക്കെ നന്നായി അടിച്ചു പൊട്ടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം ഉള്ളിൽ. പക്ഷെ പുറത്താരും അറിയില്ല, നമ്മുടെ ഉള്ളത്തിലാണ്. അപ്പോൾ നമുക്ക് ഭയമുണ്ട്. ചിലർക്ക് അങ്ങനെ ആവണമെന്നില്ലായിരിക്കും. എനിക്ക് എൻ്റെ കാര്യം എനിക്ക് അറിയാവൂ. പക്ഷെ ഈ മകൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം. പിന്നെ ദേഹം മൊത്തവും ഓരോ ഭാഗത്തേക്ക് എന്താ ഒരു അനുഭൂതി, അതെങ്ങനെ പറയണമെന്ന് അറിയില്ലാത്തൊരവസ്ഥ. അത് സ്ഥിരമായി നിലനിൽക്കണം. ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നത് മാറി മാറി ഭക്തി വർദ്ധിക്കുമ്പോൾ അത് സ്ഥിരമായി തന്നെ നിൽക്കും. എപ്പോഴും ഭഗവാന്റെ കൃപ അപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് പോകത്തില്ല. അതായി വരണം ഇനി. എന്നാലും അത്രത്തോളം വന്നല്ലോ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ധ്യാനിക്കണം. ഇത് പറഞ്ഞത് എന്താ, ഈ ഭജനയൊക്കെ ഞാൻ ഇതിൽ കൂടെ ഇടുന്നതെന്താ, എല്ലാ മക്കളും ഭജന കേട്ട് ധ്യാനിക്കാനുള്ള അവസരമാണ് അതിൽ കൂടെ ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സ്തുതിക്കാം. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാ. എത്രത്തോളം ചൊല്ലാം അത്രത്തോളം ചൊല്ലാം. നമുക്ക് അതിന് സമയമില്ലല്ലോ. ഇത് തന്നെ ഇപ്പം 1.5 മണിക്കൂർ കഴിയും മക്കളെ. ഒത്തിരി നേരം നിങ്ങളിതൊക്കെ ചൊല്ലണം. രാമ രാമ എന്നിരുന്ന് പറഞ്ഞെങ്കിൽ നാമം ചൊല്ല. മാറട്ടെ, നമ്മളെ ഹൃദയം പ്രകാശിക്കട്ടെ. തൊണ്ട തമ്മിൽ ഉള്ളതുകൊണ്ടാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്ക് ആദ്യമേ സ്തുതിച്ചിട്ട് നമുക്ക് അയോധ്യാകാന്ഡം വായിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ
ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ കഴിഞ്ഞ ദിവസം വിഭീഷണൻ നല്ല ഉപദേശങ്ങളെല്ലാം രാവണന് കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു ചെന്നില്ല. അയാൾ എന്താ അവസാനം പറഞ്ഞത്? എൻ്റെ വാളിന് ഊണാക്കും വിഭീഷണനെ. അതുകൊണ്ട് വിഭീഷണൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കാൽക്കൾ വണങ്ങിയിട്ട് ഭഗവാൻ അടുക്കലേക്ക് പോയി. അല്ലെങ്കിൽ എന്തു ചെയ്യും? പോയില്ലെങ്കിൽ ചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി തീരുമെന്നാണ് രാവണൻ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് വിഭീഷണൻ അതെല്ലാം മനസ്സിൽ തെളിച്ചിട്ട് എല്ലാം കളഞ്ഞിട്ട് ഈശ്വരൻ ഭഗവാൻ അടുക്കിലേക്ക് പോയേക്കുക. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന ആമോദമോട് ഇങ്ങ് വന്നാൽ ഇരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്നത് ഹിതോക്തികളെ അങ്ങ് ഭഗവാനുള്ളിൽ ഏൽക്കുന്നത് പ്രഭു? കാരണം ഇവിടെ എന്തായാലും ഈ ഇരുവരും ശ്രീരാമനും സീതയും വന്നത് എന്തിനാ? ഇതിനെ വധിക്കാനാ. അത് സംഭവിച്ചല്ലേ പറ്റൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അയാൾക്ക് ഹിതമാകത്തില്ലേ? പറയുന്നൊന്നും ഹിതമാവത്തില്ല. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നതോ രാമനായി നിർണയം. പിന്നെ അതിന് അന്യഥാത്വം ഭവിക്കാൻ പറ്റുമോ? അത് ആരാലും മാറ്റാൻ പറ്റുന്നതാണോ? ആശര വംശവിനാശനം വരും മുമ്പേ ദാശരഥയെ ശരണം ഗതോസ്മ്യാൻ. ഇവിടെ എല്ലാം നശിച്ചു ലങ്കയെല്ലാം നശിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഭഗവാന്റെ അടുക്കിലേക്ക് പോകണം. ആര് പറയുന്നു? വിഭീഷണൻ. അങ്ങനെ ദാശരഥിയെ, ഭഗവാൻ ശ്രീരാമനെ എനിക്ക് ശരണം ഗതോസ്മ്യാൻ, അതുകൊണ്ട് ഭഗവാൻ തന്നെ ഞാൻ അഭയം ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. അപ്പം വിഭീഷണൻ്റെ ശരണപ്രാപ്തിയാണ് ഇനി വായിക്കാനുള്ളത്. ഭഗവാന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ എന്താണ് അത് വായിക്കാം. തൊണ്ടുതമ്മലുണ്ട്. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജസേവാർത്ഥമായി ശോകം വിനാ നാലാമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം. ആകാശമാർഗെ നാലമാത്യന്മാരുമായിട്ട് അദ്ദേഹം അവിടേക്ക് പോയി. ശ്രീരാമദേവൻ ഇരുന്നരുളുന്ന അതിന് നേരെ മുകളിൽ നിന്നു ഉച്ചസ്ഥരം അവൻ വ്യക്തത വർണ്ണേന ചൊല്ലിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധ അതിസ്ഫുടം. എങ്ങനെയാ? ഭഗവാൻ ഇരിക്കുന്ന ഭാഗത്തിന്റെ മുകളിലാക്കി ആകാശത്ത് നിന്നുകൊണ്ട് ഉറക്കെ ഉച്ചസ്ഥരം ഉറക്കെ പറയുന്നു. വ്യക്തത വർണ്ണേന പറയുന്നു. ഭക്തി ഉണ്ട്, വിനയമുണ്ട്, വിശുദ്ധിയുണ്ട്. അതിസ്ഫുടമായി തന്നെ പറയുന്നു. രാമ രമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ. ഭഗവാനെ സ്വാമിൻ ജയിച്ചാലും രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണി സീതാപദേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടേൻ ദയാനിധേ. ഞാൻ രാവണന്റെ സഹോദരനാണ്. ഭഗവാനെ സേവിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് വിട കൊണ്ട് ഇങ്ങോട്ട് പോരുന്നു. ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ ഉച്ചത്തിൽ ഭഗവാനോട് വിളിച്ചു പറയുക. ആംനായ മൂർത്തി രഘുപതേ ശ്രീപദേ ആംനാ വിഭീഷണൻ. ഞാൻ വിഭീഷണൻ ത്വൽഭക്ത സേവകൻ. അങ്ങടെ ഭക്തനാണ്, അങ്ങടെ സേവിക്കുന്നവനാണ്. ദേവിയെ കട്ടത് അനുചിതം നീ എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിയേൻ. ഈ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ രാവണനോട് പറഞ്ഞു. ദേവിയെ കട്ടുകൊണ്ട് വന്നത് ദേവിയെ ശ്രീരാമനായിക്കൊണ്ട് നൽകുന്ന ആവോളം ഏറ്റം പറഞ്ഞീൻ പലതരം. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. തെറ്റാണ് ചെയ്തത്, ഭഗവാനൊക്കെ കൊണ്ട് കൊടുക്കൂ. വിജ്ഞാനമാർഗം എല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ. അവൻ മൂഢനായതുകൊണ്ട്, രാവണൻ അന്ധന, അതായത് അറിവില്ലായ്മ ആയതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും ഏറ്റില്ല, സ്വീകരിച്ചില്ല. പഥ്യമായുള്ളത് ചൊല്ലിയത് ഏറ്റം അപഥ്യമായി വന്നിത് അവനു വിധിവശാൽ. ഞാൻ നല്ല കാര്യം, പഥ്യമായുള്ളത് സത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവിടെ അയാൾക്കത് അത് വേണ്ടാത്തതാണ്, അപഥ്യമായി തോന്നി. അതെന്താ? വിധി അങ്ങനെ കിടക്കുന്നു. നന്നാവാൻ വശമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടായില്ല. അത് തെറ്റാണ്, അപഥ്യമായി തോന്നി. ഞാൻ പഥ്യമായുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ. കാളസർപ്പം പോലെ എൻ്റെ അടുത്തേക്ക് വെട്ടാൻ വന്നു. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞിഹ. നാലമാത്യന്മാരുമായി വിട കൊണ്ടേൻ, ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ.
ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. ഇത്രയും കേട്ടപ്പോൾ വിഭീഷണൻ ഇത്രയെല്ലാം ഭഗവാനോട് പറഞ്ഞു, എനിക്ക് വേറെ ആരും ആലംബനമില്ല, അങ്ങ് തന്നെ ഉള്ളൂ. ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ വധിക്കാൻ വന്നു. എനിക്ക് എല്ലാം നാലാമാത്തന്മാരുമായി ഞാൻ അങ്ങടുത്തേക്ക് വന്നതാണ്. എനിക്ക് അവിടെ അങ്ങാണ് ശരണം. ഞാൻ അങ്ങയുടെ സേവകനും ഭക്തനുമാണ്. അപ്പോൾ സുഗ്രീവൻ പറയുന്നു, വിശ്വശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യം അല്ലെന്ന് അത് നിർണയം ഭഗവാനോട് പറയുവാണ്. കാരണം ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ രാവണൻ്റെ സഹോദരനാകുമ്പോൾ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് വിശ്വേശ ഭഗവാനെ ശ്രീരാമ, ഇവൻ രാക്ഷസൻ മായാവിയാണ്, വിശ്വാസയോഗ്യനല്ലെന്നത് ഇവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ വിശേഷിച്ച് രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ, ആയുധപാണിയായി വന്നാൽ അമാത്യരും മായ വിശാരദന്മാരെന്ന നിർണയം. ഇവർ ആയുധം കൊണ്ടൊക്കെ വന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം 4 അമാത്യന്മാരും ഉണ്ടല്ലോ, നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഛിദ്രം കുറഞ്ഞൊന്ന് കാണെങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ഛിദ്രം പഴുത് അല്പം കുറവാണെങ്കിലും നമുക്കറിയില്ല. ഉറക്കത്തിൽ നമ്മളെല്ലാം ഉറങ്ങുന്ന സമയത്തിൽ അവർ നമ്മളെ നിഗ്രഹിക്കും. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് സുഗ്രീവൻ ഭഗവാനോട് പറഞ്ഞു. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യൻ എന്നിവനില്ലൊരു സംശയം. നമുക്ക് ചിന്തിച്ച് നോക്കൂ, ഈ കവികളെ ഹന്തവ്യൻ ഇന്നിവനല്ലൊരു സംശയം. ഇവൻ വധിക്കപ്പെടേണ്ടവനാണ് നമുക്ക് മനസ്സിലാക്കാൻ. ചിന്തിച്ചുകൂടൻ നിയോഗിക്കുക. ഈ കവികളെയൊക്കെ നമ്മൾ നിയോഗിച്ചുകൂടെ നിർത്തണം, സൂക്ഷിക്കാൻ. കാരണം കാവലായിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു, രാത്രി നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിഗ്രഹിച്ചാലും അറിയില്ലല്ലോ, രാക്ഷസനല്ലേ, വിശ്വസിക്കുന്നത് എങ്ങനെയാ. അതുകൊണ്ട് നമ്മൾ കവികളെ, കുരങ്ങന്മാരെ ഇവിടെ കാവലായി നിർത്താം. ചിന്തിച്ചുള്ള നിയോഗിയ കവികളെ ഹന്തവ്യൻ ഇവനല്ലൊരു സംശയം. മരണപ്പെടേണ്ടവനാണെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്ന് ഓർത്തുടൻ വിശ്വസിക്കുന്ന അതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്ന് ഓർക്കണമേ. ഈ ശത്രുപക്ഷമാണല്ലോ, രാവണന്റെ പക്ഷമാണ്. അവർ കുടുംബം രാക്ഷസരാണല്ലോ, ഇവരെ വിശ്വസിക്കാൻ അത് നമുക്ക് ഉത്തമമാണെന്ന് കരുതണ്ട. അത് ഓർത്ത് വേണം കഴിയാതെ ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തോന്ന് അഭിമതമെന്നരുൾ ചെയ്യണം. ചിന്തിച്ചു വേണം അത് പറയാൻ. എന്താണ് അഭിമതം അങ്ങ് പറയണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ. പലതരത്തിലും മറ്റുള്ളവരെല്ലാം ചിന്തിച്ച് ഓരോന്നോരോന്ന് പറഞ്ഞു. അന്നേരം ഉദ്ധായ വന്ദിച്ചു മാരുതി. ഹനുമാൻ അറിയാം. ഹനുമാൻ അവിടെ ചെല്ലുമ്പോൾ സഹായം പിന്നെ വധിക്കാനിപ്പോഴെല്ലാം അവിടെ തടസ്സം നിന്നെല്ലാം വിഭീഷണനാണ്. അപ്പോഴേ ഹനുമാന് വിഭീഷണൻ നല്ലതെന്ന് അറിയാവുന്ന പറഞ്ഞു. ചൊന്നാൻ ആരാ? ഹനുമാൻ പറയുന്നു, വിഭീഷണൻ ഉത്തമൻ എത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നത് എന്ന് എന്നോட മതം. അതായത് ഹനുമാന്റെ മതം എന്താ? ആരായാലും വന്ന് ശരണം ഗമിച്ചാൽ, നമ്മുടെ മുമ്പിൽ ശരണാഗതി അടഞ്ഞാൽ അവരെ രക്ഷിക്കുകയാണ് എൻ്റെ മതം. അതാണ് നമുക്ക് ആവശ്യം. ആരായാലും നമ്മുടെ മുമ്പിൽ വന്ന്, ഇപ്പം രാവണന്റെ സഹോദരനാണ്, രാവണനെ പോലെ ആവണമെന്നില്ലല്ലോ. നക്തഞ്ചരാൻ നുയത്തിങ്കിൽ ജനിച്ചവർ ശത്രുക്കൾ ഏവരും എന്ന് വന്നിടുമോ? അവിടെ ജനിച്ചതുകൊണ്ട് രാവണനെ പോലെ ആകണമെന്നുണ്ടോ? നല്ലവരുണ്ടാം അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ. ഒരു കുടുംബത്തിൽ തന്നെ 5 അംഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് നല്ലതായിരിക്കും, ഭക്തനായിരിക്കും, ഭഗവാനെ പോലെ ചെയ്യുന്നവരായിരിക്കും. നമ്മളെ തിരിച്ചറിയും. മറ്റ് 4 പേരും വെറും ദുഷ്ടന്മാരാണെങ്കിൽ എല്ലാവരും ഒന്നുപോലെ ആവണമെന്നുണ്ടോ? അതുകൊണ്ട് എല്ലാവരും നിരൂപിക്കണം, നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇത് ഒരു വീട്ടിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റു 2 പേരോ കൊള്ളരാത്തവനാണെങ്കിൽ അവിടെ മൊത്തപ്പേരും അങ്ങനെ ആകണമെന്നില്ല. ജാതി നാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. വിദ്വാൻമാർ പറയുന്നത് എന്താണ്? ജാതി നാമാദികൾക്കൊന്നും അല്ല ഗുണഗണം, അത് വിദ്വാൻമാർക്ക് അറിയാം. അതുകൊണ്ട് ഗുണങ്ങളുടെ ഭേദമാണ്. എന്താണ് ഒരു മനുഷ്യന്റെ ഗുണം? എന്ത് ഗുണഗണങ്ങളാണ് അവർക്കുള്ളതാണ് ചിന്തിക്കുക. അതാണ് വിദ്വാൻമാർ. ഏത് ജാതിയോ ഏത് ദുഷ്ട കൂട്ടരോ ഇവിടെ രാവണൻ അങ്ങനെ ആയതുകൊണ്ട് അവിടെ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. അത് ആരുടെ മതം? വിദ്വാൻമാർ, മഹാത്മാക്കൾ അങ്ങനെയാ പറയാ. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക് ആശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. ശാശ്വതമായ ധർമ്മം നൃപതികൾക്ക് ആശ്രിത രക്ഷണമെന്ന് ശാസ്ത്രോക്തിയുണ്ട്. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തെ ധരിച്ച് അരുൾ ചെയ്തു രഘുപതി. എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കേട്ടോ ഭഗവാൻ ശ്രീരാമൻ എന്ത് പറയുന്നു? മാരുതി ചൊന്നത് ഉപപന്നം എത്രയും യുക്തമാണ്. ചൊന്നത് ഉപപന്നം, അത് ഹനുമാൻ പറഞ്ഞത് ശരി തന്നെ, യുക്തമാണ്. ഭഗവാനും കാരണം അറിവുള്ളവർക്കറിയാം ഹനുമാൻ വെറും മോശക്കാരനല്ല, എല്ലാ ജ്ഞാനവും അറിവുള്ളതാണ്.
അതുകൊണ്ട് മാരുതി ചൊന്നത് പറഞ്ഞത് യുക്തമാണ്. വീര വിഭാകര പുത്ര വരികടോ, ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും. ജാമ്പവാദാദി നീതിജ്ഞ വരന്മാരെ, ഞാൻ നിങ്ങളെല്ലാവരും വരൂ, ഞാൻ പറയുന്നത് കേൾപ്പു. വീര വിഭാകരപുത്ര വരികടോ, ഞാൻ പറയുന്നത് കേൾപ്പിന് എല്ലാവരും. ജാമ്പവതാദി നീതിജ്ഞവരന്മാരെ, ഉർവീശനായാൽ അവൻ ആശ്രിതന്മാരെ സർവശോ രക്ഷേച്ചു. എന്തുവാ ഇത് ഇതിൻ്റെ പേര് പറയാൻ വലിയ പാടാണ്. ശുനകനും ശോഭജനും, അതായത് ഇത് പട്ടി നായയായാലും ചണ്ടാലനായാലും, അതാണ് ശോഭജൻ ശുനകൻ. അപ്പോൾ ഇവര് സർവശോ രക്ഷേ ശുനക ശോഭാചന അഭി രക്ഷിയാഞ്ഞാൽ അവൻ ബ്രഹ്മഹാ കേവലം. ഇങ്ങനെ ഇപ്പം ശുനകനായാലും ശോഭജനായാലും, അത് നായ ആയാലും ചണ്ടാളനായാലും രക്ഷിയാഞ്ഞാൽ, ഉർവീശനായാൽ രാജാവായാൽ, ആശ്രയം കരുതി വന്നാൽ, ഏത് പട്ടിയോ ചണ്ടാളനോ ആരോ ആയിക്കോട്ടെ, ആശ്രയം തേടി വന്നാൽ അവിടെ എന്ത് ചെയ്യണം? അവരെ രക്ഷിക്കണം. ആരുടെ കടമയാ? ഒരു രാജാവിൻ്റെ കടമയാ. അതുകൊണ്ട് രക്ഷിക്കാഞ്ഞാൽ എന്ത് വരും? ബ്രഹ്മഹാ, അതായത് ബ്രഹ്മഹത്യ ചെയ്തവനാ. ഒരു ബ്രാഹ്മണഹത്യ ചെയ്തതുപോലുള്ള പാപം ആ രാജാവിന് വന്നകപ്പെടും. അത്രമാത്രം ഗതി കെട്ടിട്ടായിരിക്കും അഭയം തേടാൻ വരുന്നത്. അപ്പോൾ ഒരു നായ ആയാലും അത്രമാത്രം വില കുറഞ്ഞ ഒരു മനുഷ്യനോ ആരും ആയിക്കോട്ടെ, ചണ്ടാളനോ ഒക്കെ ആയിക്കോട്ടെ, രാജാവിൻ്റെ മുമ്പിൽ അഭയം വന്ന് പാദത്തിൽ വന്ന് നമസ്കരിച്ച് രക്ഷിക്കണമെന്ന് അഭയം പറഞ്ഞാൽ, രക്ഷിക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താണ്? ബ്രഹ്മഹത്യ ചെയ്തവനെന്നാണ് അതിൻ്റെ അർത്ഥം. രക്ഷിയാഞ്ഞാൽ അവൻ ബ്രഹ്മഹാ കേവലം. രക്ഷിതാവ് അശ്വമേധം ചെയ്ത പുണ്യം രക്ഷിക്കുന്നവനാണെങ്കിലോ, രക്ഷിക്കാഞ്ഞാൽ ബ്രഹ്മഹത്യ ചെയ്തതിന് തുല്യം. പാപി അത് രക്ഷിച്ചാലോ, രക്ഷിതാവ് അശ്വമേധം ചെയ്ത പുണ്യം, ഒരു അശ്വമേധ യാഗം കഴിച്ച പുണ്യമായി തീരും എന്ന് ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. പനിക്കാണോന്ന് അറിഞ്ഞില്ല, ചുമയുണ്ട്. അതിനൊരു ഉദാഹരണം കൊടുക്കുകയാണ്. മുന്ന ഒരു കബോധം, അത് ഈ പ്രാവെന്ന് കേട്ടില്ല, മാടപ്രാവ്. ഈ പ്രാവ് എന്ന് പറഞ്ഞാൽ കബോധം എന്ന് പറയും. മുന്ന ഒരു കബോധം നിജ പേടയോട്, അത് പ്രാവിനോട് ഒന്നിച്ച് ഒരു വനം തന്നിൽ മേവീടിനാൻ, അതായത് ഒരു പെൺപ്രാവിനോട് ഒത്ത് ഒരു ആൺപ്രാവ് എവിടെ കഴിഞ്ഞു? ഒരു വനത്തിൽ. ഉന്നതമായൊരു പാതവ അഗ്രേ തഥാ ചെന്നൊരു കാട്ടാളനെ ഇത് കൊന്നിടിനാൻ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഉന്നതമായൊരു പാതവ അഗ്രച്ച, ഒരു വലിയ പൊക്കത്ത് ഒരു അഗ്രത്തിൽ ഒരു കൊമ്പിൽ അറ്റത്തിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു കാട്ടാളൻ ചെന്ന് അതിനെ കൊന്നു. ഒരു പെൺപക്ഷിയാണ് കൊന്നത്. തന്നോടെ പക്ഷണിയെ സുരത അന്തരേ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. അപ്പോൾ കൂട്ടിനുള്ള ആ പെൺപ്രാവ് മരിച്ചല്ലോ. അപ്പം മറ്റേ ആൺപ്രാവ് എന്ത് ചെയ്തു? കരഞ്ഞ് സഹിക്കവയ്യാതെ ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടം ദശാന്തരെ കരഞ്ഞ് എന്ത് ചെയ്ത് കയ്യിലിരിക്കുക പെൺപക്ഷി പ്രാവ്. ഇദ്ദേഹം കരഞ്ഞ് തന്നെ അങ്ങ് മറന്ന്, അദ്ദേഹം കരഞ്ഞ് ഇരുന്നങ്ങ് ക്ഷീണിച്ച് അവിടെ അയാളെ മറന്നങ്ങ് ഇരുന്ന്, തന്നെ കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ. വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ശരമാബ്ധി തന്നിൽ മറഞ്ഞിതു. അപ്പോൾ എന്തുവന്ന്? കാറ്റും മഴയും ദിനേശൻ ആദിത്യൻ എന്ത് ചെയ്തു? ചെന്ന് ചരമാബ്ധി, അതായത് ഈ പശ്ചിമ സമുദ്രത്തിൽ മറയുമല്ലോ, മരിക്കും, അസ്തമിക്കും, അങ്ങനെ മറിഞ്ഞ്. അപ്പം ദിനേശൻ സൂര്യനെ മറിഞ്ഞു. അപ്പം എന്തു വന്നു? കാറ്റും മഴയും വരെയും ചെയ്യുന്നു. അപ്പോഴെന്തു പോയി? ഖിന്നനായി വന്നു വിശന്നു കിരാതനും, ഒരു കാട്ടാളൻ കിരാതൻ പിന്നെ വിശന്ന് കഷ്ടപ്പെട്ട് ദുഃഖിച്ച്, വലിയ മഴയും കാറ്റും ഒക്കെ ഉണ്ട്, ഇരുട്ടായി, അത് സൂര്യൻ അസ്തമിച്ചു. പക്ഷേ ഈ കിരാതൻ എന്തുവന്ന്? വിശന്ന് കഷ്ടപ്പെട്ടിങ്ങനെ താൻ ഇരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ, ഈ ആൺപക്ഷി ഇരിക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്ന് ഈ ദീനതയോട് നിൽക്കുന്ന കാട്ടാളൻ വിശന്ന് കഷ്ടപ്പെട്ട് കറങ്ങി വിഷമിച്ചിങ്ങനെ ഒന്നും തിന്നാൻ കിട്ടാതെ വിശന്ന് വന്ന് നിന്നത് കണ്ടു. ആര് കണ്ടു? ഈ കബോധം, ഈ ആൺപക്ഷി ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു. കരുണ കലർന്ന കബോധവും, അദ്ദേഹത്തിന് ഈ കബോധത്തിന്
കരുണ തോന്നി. അയ്യോ കഷ്ടം, കാട്ടാളൻ വിശന്ന് നിൽക്കുകയാണല്ലോ എന്ന്. കാരണം കിന്നനായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ കബോധത്തിന് അറിയാം. അപ്പൊ എന്തുവന്ന് കബോധവും കൊണ്ടുവന്ന ആശു കൊടുത്തതു വന്യം തന്റെ കയ്യിലിരുന്ന കബോധിയെ. തന്നിലിരുന്ന കയ്യിൽ ഇങ്ങനെ ഇരിക്കല്ലയോ, കരുതിരുന്നെങ്കിലും കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് മരിച്ച പ്രാവ്. ഇല്ല, കാട്ടാളൻ വെടിവെച്ചു അമ്പത് കൊന്ന് അതിനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ കബോധം, ആൺപക്ഷി. അപ്പൊ ഈ വിശന്ന് നിൽക്കുന്ന ഈ എന്തു പറയാ, അയാൾ കിരാതനെ കണ്ടപ്പോൾ ഈ കബോധം എന്ത് ചെയ്ത് കൊണ്ടു കൊടുത്ത് വിശപ്പ് അടക്കട്ടെ എന്ന് കരുതി വന്നി അഗ്നിയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കബോധി പെൺപക്ഷിയെ മരിച്ച പക്ഷിയും കൂടെ വന്നിയിലിട്ട് ചുട്ടാശ തിന്നിടിനാൻ എന്നതുകൊണ്ടും വിശപ്പടങ്ങിയിടാഞ്ഞ് അത്രയും ചെയ്ത് ഈ കബോധം. എന്നിട്ട് അതങ്ങനെ ചെന്ന ഈ കാട്ടാളനെ വയറിറയോ കിരാതത്തിന്. വനിലിട്ട് ചുട്ടാശ് തിന്നിടിനാൻ എന്നതുകൊണ്ടും വിശപ്പടങ്ങിയിടാഞ്ഞ് പിന്നെയും പീഡിച്ചിരിക്കും കിരാതന് തന്നുടെ ദേഹവും നൽകിനാൻ അൻപോട്. അപ്പൊ എന്ത് വന്നു, വിശപ്പടങ്ങാഞ്ഞപ്പം ഈ കബോധം എന്ത് ചെയ്ത് ആ കബോധത്തിനെ കൂടെ അയാൾക്ക് കൊടുക്കുക ചെയ്യുന്നത്. കബോധം എന്ത് ചെയ്ത് എങ്ങനെ കൊടുത്തു, തന്നുടെ ദേഹവും നൽകിനാൻ അൻപോട് വന്നിയിൽ വീണു. അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്ന ആ വന്നിൽ തന്നെ വീണ്. കിരാത അശനാർത്ഥമായി, കിരാതന് അശനം ഭക്ഷിക്കാൻ അത്ര പോലും വേണം ആശ്രിത രക്ഷണം. അങ്ങനെയാണ് ഒരു പക്ഷി പോലും ചെയ്യുന്നത്. വിശപ്പിനെ അത്രമാത്രമാണ് സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഈ കബോധം കൂടെയുള്ള കബോധി പോയല്ലോ. അപ്പം പിന്നെ ഇരുന്നിട്ട് എന്താ കാര്യം എന്നാൽ അദ്ദേഹത്തിന് വിശപ്പെങ്കിലും അടങ്ങട്ടെ പറയും. ഇദ്ദേഹം ഈ ആൺപക്ഷി പ്രാവ് ആ വന്നിൽ തന്നെ വീണ് അതുകൂടെ തിന്നോട്ടെന്ന് കരുതി, അയാളുടെ വിശപ്പടങ്ങട്ടെന്ന് കരുതി. അപ്പം എന്താ പറയാ, അത്ര പോലും വേണം ആശ്രിത രക്ഷണം. നമ്മൾ ആരായാലും നമ്മുടെ കാൽക്കൽ വന്ന് എന്നെ അഭയം ശരണം എന്ന് പറഞ്ഞ് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മഹത്യ പാപമാണ്, ചെയ്താലോ അശ്വയാഗം ചെയ്ത പുണ്യവുമാണ്. അതുകൊണ്ട് ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത്. ഇതാണ് ആശ്രിത രക്ഷണം. മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. പിന്നെ മനുഷ്യന്റെ കാര്യം പറയണം, ഒരു പക്ഷി പോലും ഇങ്ങനെ ചെയ്യുന്നു. അപ്പം മനുഷ്യൻ എന്ത് ചെയ്യണം, ഇത്രയൊക്കെ മതിയോ? അതുകൊണ്ട് മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ, എന്നെ ശരണമെന്നോർത്തിങ്ങ് വന്നവൻ എന്നും അഭയം കൊടുക്കും, അതേ ഉള്ളൂ. ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു, എന്നെ അഭയമായിട്ട് വരുന്നവർക്കൊക്കെ ഞാൻ ശരണം രക്ഷിക്കും, അഭയം കൊടുക്കും. പിന്നെ വിശേഷിച്ച് ഒന്ന് കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. നിങ്ങൾ പിന്നെ ഒന്ന് മനസ്സിലാക്കൂ, വിശേഷിച്ചൊന്ന് പറയാനുണ്ട്. എന്താ, എന്നെ ആർക്കും ചതിപ്പതിനാർക്കും ആവതല്ല. ശ്രീരാമഭഗവാനെ ചതിച്ചാൽ പിന്നെ ലോകത്തിന് ആരെ ചതിക്കാൻ പറ്റും? എല്ലാവർക്കും രക്ഷകനായിരിക്കുന്ന ഒരേ ഒരു പരബ്രഹ്മമൂർത്തി ആ ഈശ്വരനാണ്. ആ ഈശ്വരനെ ചതികെട്ട പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണോ? അതുകൊണ്ട് ആരും അങ്ങനെ തന്നെ ചിന്തിച്ചു വേണം. ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ല ഭഗവാന് പരമേശ്വരന്. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡം എനിക്കില്ല നിശ്ചയം. എനിക്കതുകൊണ്ട് എന്നെ ആർക്കും ചതിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചാൽ നിമിഷം മാത്രം കൊണ്ട് തന്നെ സർവ്വതിനെ സൃഷ്ടിക്കാനും അവരെ രക്ഷിക്കാനും അവരെ സംഹരിക്കാനും കഴിയും. അതിനെനിക്കൊരു ദണ്ണവുമില്ല, നിശ്ചയമാണ്. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു? ഞാൻ പിന്നെ ആരെ ഭയപ്പെടും? ഇപ്പോൾ ഈയിടെ ആകാശത്ത് വന്നതുകൊണ്ട് വിഭീഷണൻ, ഭഗവാനെ ശ്രീരാമ രക്ഷിക്കണേ, ഞാൻ എല്ലാം അവിടെ ത്യജിച്ച് എന്നെ വധിക്കാൻ വന്ന് രാവണൻ, ഞാൻ നല്ല കാര്യം പറഞ്ഞിട്ട് കേട്ടില്ല എന്നും വന്ന് കരഞ്ഞു വീണ് പറയുമ്പോൾ ഇവിടെ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് ശ്രീരാമൻ പറയുന്നത്. എനിക്കങ്ങനെ ഭയക്കേണ്ട പിന്നെ ആരെ ഭയക്കണം? വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ വരാൻ പറയൂ. വിഭീഷണനോട് പറയുന്നു, ചെന്ന് പറയൂ അവനെ വരാൻ, മടിക്കാതെ ചെല്ലു. വ്യഗ്രിയായേതുമിത് ചൊല്ലി മാനസേ. നിങ്ങൾക്ക് ഇതോർത്ത് വിഷമിക്കേണ്ട. വ്യഗ്രിയായേതും ഇത് ചൊല്ലി ഇത് ചൊല്ലി നിങ്ങൾ വിഷമിക്കേണ്ട. സുഗ്രീവ, നീ ചെന്നവനെ വരുത്തുക. സുഗ്രീവനോട് പറഞ്ഞു, നീ പോയി വിഭീഷണനെ വരുത്തൂ. എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ. നൂനമെന്നും അറിയ നീ. എന്നെ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഈ ലോകത്തിലെ സംസാരത്തിലെ ഒരു ദുഃഖം പോലും ഉണ്ടാകത്തില്ല. അത് നീ മനസ്സിലാക്കൂ. ശ്രീരാമവാക്യ അമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണ് സാഷ്ടാംഗം ആരൂഢമോദം നമസ്കരിച്ചിടിനാൻ. ആരൂഢമോദം വളരെ സന്തോഷത്തോടു തന്നെ വീണ് നമസ്കരിച്ചു. വിഭീഷൺ ഭഗവാന്റെ പാദത്തിൽ. രാമം വിശാലാക്ഷ ഇന്ദീവരദള ശ്യാമളം കോമളം ബാണധർധരം
സോമബിംബാഭ പ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവ മാരുതി മുഖ്യ കവികുല സേവിതം രാഘവം. ഇതെല്ലാം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചിട്ട് വിഭീഷണന്റെ പ്രാർത്ഥനയാണ്. എനിക്ക് ചൊല്ലാൻ പറ്റില്ല, തൊണ്ടയ്ക്ക് ഇങ്ങനെ കഫം ഇറങ്ങി വരുന്നുണ്ട്, തൊണ്ടകമ്മലുണ്ട്. ലക്ഷ്മണ സമീതം സുഗ്രീവ മാരുതി മുഖ്യ കവികുല സേവിതം എന്ന് വെച്ചാൽ ലക്ഷ്മണനോടൊപ്പം സുഗ്രീവനുണ്ട്, മാരുതിയുണ്ട്, മുഖ്യ കപില കുല സേവിതം. ഇങ്ങനെയുള്ളതായിരിക്കും രാഘവനെ കണ്ട് കൂപ്പി തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശ വിനാശന ശ്രീരാമപാദാംബുജം നമോ നമസ്തേ സദാ ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമ ചണ്ഡഗോദണ്ഡധരായ നമോ നമ പണ്ഡിതഹൃൽ പുണ്ടരീക ചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമ. സൂര്യവംശം ജനിച്ചവനെ നമ. ചണ്ഡാംശ ഗോത്രോത്ഭവം, അത് സൂര്യവംശത്തിൽ ചണ്ഡഗോദണ്ഡധരായ ഉഗ്രമായ ബില്ല് ധരിച്ചവനെ പണ്ഡിതഹൃൽ പുണ്ടരീക ചണ്ഡാംശവേ, അതായത് വിദ്വാൻമാരുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്ന അങ്ങനെയുള്ള ഭഗവാനെ ഖണ്ഡപരശുപ്രിയായ നമ ശിവന് പ്രിയനായവനെ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യാനന്ദായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ. വിശ്വോത്ഭവസ്ഥിതി സംഹാര ഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ. നിത്യം അനാദിഗൃഹസ്ഥായ ദേ നമോ നിത്യായ സത്യായ ശുദ്ധായ ദേ നമ. ഭക്തിപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ ദേ നമ. വിശ്വേശനാം നിൻ തിരുവടി താനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാര കാരണൻ. സന്തതം ജംഗമാജംഗമ ഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. എല്ലാ ജംഗമാജംഗങ്ങളുടെ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന വ്യാപ്തമായിരിക്കുന്ന ഭഗവാൻ നിൻ മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും ഈ അജ്ഞാനത്തെ നിൻ മഹാമായയാ നമ്മളെല്ലാവരും അജ്ഞാനത്തിൽ മൂടിക്കിടക്കുന്നത് കൊണ്ട് നിർമ്മലമാകുന്ന ബ്രഹ്മത്തെ അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്മൂലം പുണ്യപാപങ്ങൾപ്പെട്ട് ജനനവും മരണവും ഉണ്ടാകുന്നു. നമുക്ക് അജ്ഞാനം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ മൂടിക്കിടക്കാൻ നമ്മളിൽ അറിവില്ലായ്മ അന്ധകാരം കൊണ്ട് മൂടിക്കിടക്കാൻ നമുക്ക് വെളിച്ചമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നു? ജനനവും മരണവും ഉണ്ടാകും. കാരണം ഇവിടെ ഈ ലോകം അങ്ങനത്തെ അന്ധകാരമാണല്ലോ, അവിദ്യ കൊണ്ട് നിറഞ്ഞ ഈ പ്രപഞ്ചം. അതിൽ കിടന്ന് ഇങ്ങനെ വിഷമിച്ച് കിടന്നാൽ നമ്മളെ തിന്നും കുടിച്ചും കിട്ടിയത് പോരാ, വീണ്ടും ഇങ്ങനെ ആഗ്രഹത്തിൽ കിടന്ന് വലയുക. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വീണ്ടും ജനനവും മരണവും ഉണ്ടാകുന്നത്. നമുക്ക് ഈശ്വരനെ അറിയാനുള്ള വഴി അറിയാതെ അവിടെ തപ്പിത്തുടഞ്ഞ് കിടക്കുന്നു, കണ്ണു കാണാൻ വയ്യാതെ. അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും, അതിലില്ല സംശയം. അതുകൊണ്ട് നമുക്ക് വെളിവുണ്ടാകുന്നത് വരെ എപ്പം നമുക്ക് ബോധം ഉള്ളിൽ പ്രകാശം ഉണ്ടാകും, അറിയും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോകമാണ് സത്യമെന്ന് തോന്നി ഇങ്ങനെ കിടക്കുക, ഇതിൽ കിടന്ന് വലയുക. അത്ര നാളേക്കും ജഗത്തൊക്കെ ബലാൽ സത്യമായി തോന്നും, അതിനൊരു സംശയം ഇല്ല. നമുക്ക് ഈ കാണുന്നതൊക്കെ സത്യമാണ് തോന്നുന്നത്. എത്ര നാളേക്ക് അറിയാതെ ഇരിക്കുന്നത് അദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു ജപിക്കുന്നത് അന്വഹ. അതുകൊണ്ട് നമ്മൾ എന്ത് വരുന്നു? പരബ്രഹ്മമായിരിക്കുന്ന ഏകാത്മാവാകുന്ന ഈശ്വരൻ നമ്മൾ അറിയാതെ പുത്രധാരാദി ഈ ലോക വിഷയങ്ങളിൽപ്പെട്ട് ശക്തി കലർന്ന് ആഗ്രഹം കിടന്ന് രമിക്കുന്നു, ഈ ലോക ജീവിതത്തിൽ രമിക്കുന്നു. ഇതാണ് സുഖം എന്ന് കരുതി കഴിയുന്നു. പരമാത്മ ലയിച്ചുള്ള ആനന്ദം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഏറ്റവും വലിയ രീതി ഈ ലോക ജീവിതമാണെന്ന് കരുതുന്നു, സത്യമാണെന്ന് തോന്നുന്നു. കാരണം എന്താ? അറിവില്ലായ്മ, അന്ധകാരം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അറിവില്ലായ്മ കൊണ്ട് മൂടിക്കിടക്കുന്ന അഴുക്കുകൾ മൊത്തം നിറഞ്ഞിരിക്കുക ഹൃദയം മൊത്തം. അപ്പോൾ നമുക്ക് ഈ ലോക ചിന്തയിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അറിവ് കിട്ടിയെങ്കിൽ മാത്രമേ ഈശ്വരനിലേക്ക് ലയിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആനന്ദം അതാണ് അത് നമ്മൾ അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അറിഞ്ഞ വിദ്വാൻമാർ ആനന്ദിക്കുന്നു, പരബ്രഹ്മത്തിൽ എപ്പോഴും ലയിച്ച് ആ ആനന്ദാനുഭൂതി അനുഭവിക്കുന്നു. പക്ഷേ
ഇത് അറിവില്ലാത്ത മൂഢന്മാർ ഈ ലോകത്തിൽ നടക്കുന്ന ഇതൊക്കെയാണ് സുഖം എന്ന് കരുതി കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഒരിക്കലും കരകയറാൻ പറ്റാത്തവണ്ണം വീണ്ടും വീണ്ടും മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു. ഇങ്ങനെ പുത്രധാരാദി വിഷയങ്ങൾ ആദി ശക്തി കലർന്ന് രമിക്കുന്നത് അന്വഹം ആത്മാവിനെ അറിയാകയാൽ. ആത്മാവിനെ അറിയാഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ആത്മാവിനെ അറിയുന്നവർക്ക് പരമാത്മാവാണ് നാം. നമ്മൾ എല്ലാവരിലും അകവും പുറവും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മമാണ് എല്ലാ ജീവജാലങ്ങളെന്ന് കരുതുമ്പോൾ നമ്മൾ നമ്മളെ അറിയണം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ തന്നെ ഉണ്ടോ എന്ന് നമുക്കതിനെ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ പ്രകാശമുള്ളവരായി തീരും. ആ പ്രകാശം അതാണ് വെളിവ്, അതാണ് വെളിച്ചം, പ്രകാശം, ഈശ്വരൻ. അത് അറിഞ്ഞു വന്നെങ്കിൽ മാത്രമേ അതെന്താ ആത്മാവ്. ഈ ആത്മാവിനെ അറിയായ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അറിഞ്ഞ വിദ്വാൻമാർക്ക് ആനന്ദാനുഭൂതിയിൽ ഈശ്വരനായിട്ട് ലയിച്ച് കഴിഞ്ഞുകൂടാ, സന്തോഷം അനുഭവിക്കുക. സുഖദുഃഖങ്ങളൊന്നും എല്ലാം സമമായി കാണാനും ഈ ലോകത്തിൽ എന്ത് വന്നാലും ഒന്നും ഒരു സുഖത്തിൽ സുഖിക്കാനോ ദുഃഖത്തിൽ ദുഃഖിക്കാനോ ഇടവരുത്തില്ല. കാരണം അവർക്ക് എപ്പോഴും ഒരേ അവസ്ഥയായിരിക്കും. അവർക്ക് ദുഃഖം എന്തെന്നോ സുഖം എന്തെന്നോ തിരിച്ചറിയുമ്പോഴത്തൊരു സന്തോഷ ആനന്ദമായിരിക്കും. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താൽ ഒടുക്കം അനാത്മനാം ആദികാലേ സുഖമെന്ന് തോന്നിക്കും. അതേതും വിവേകമില്ലാതെ അവർ മാനസേ. അപ്പം ഇവിടെയുള്ള ഈ സുഖം, ഈ പുറമേയുള്ള സുഖം ആദ്യം നമുക്ക് സുഖമെന്ന് തോന്നിച്ചാലും പിന്നെ എന്തുവരും? വിവേകമില്ലാതെ അവർ മാനസേ, പിന്നെന്തുവരും? ദുഃഖമാണ്. ആദ്യകാലേ സുഖം എന്ന് തോന്നിക്കും. അത് ഏതും വിവേകമില്ലാതവർ മാനസ, അവർക്ക് അറിവില്ലായ്മ കൊണ്ട്. ഇന്ദ്ര, അഗ്നി, ധർമ്മ, രക്ഷോ, വരുണ, അനില, ചന്ദ്ര, രുദ്രജാഹിപാദികളൊക്കെയും അതായത് ഇന്ദ്രനും അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, ചന്ദ്രൻ, ശിവൻ, ബ്രഹ്മാവ്, അനന്തൻ തുടങ്ങിയവർ ഇതൊക്കെയും ചിന്തിക്കിലോ. ഇവരെല്ലാവരും ചിന്തിച്ചാൽ നിന്തിരുവടി നിർണയം അന്തവും ആദ്യമില്ലാത്ത ദൈവമേ, കാലസ്വരൂപനായിടുന്നതും ഭവാൻ, സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലവും ഭവാൻ. അപ്പം വലിയ സ്ഥൂലം, വലുതിൽ വെച്ച് അതിലും വലുതായത് ഭഗവാൻ. അപ്പം സ്ഥൂലങ്ങളിൽ വച്ച് അതിസ്ഥൂലനും ഭവാൻ, നൂന അണുവിങ്കിൽ നിന്ന് അണിയാൻ ഭവാൻ, അത് അണുവിലും അണുവായതും ഭവാൻ. മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ, സർവലോകാനാം പിതാവായതും ഭവാൻ, സർവലോകേശ മാതാവായതും ഭവാൻ. ഇതെല്ലാം വിഭീഷണന്റെ പ്രാർത്ഥനയാണ്. സർവദാ സർവധാതാവായതും ഭവാൻ. അപ്പം ബ്രഹ്മാവായതും ഭഗവാനാണ്, സർവലോകനായിരിക്കുന്ന ലോകേശനായിരിക്കുന്ന പിതാവായതും ഭഗവാനാണ്, ശ്രീരാമനാണ്. സർവലോകേശ അത് മാതാവും അങ്ങ് തന്നെയാണ്. സർവദാ സർവധാതാവ് ബ്രഹ്മാവും അങ്ങ് തന്നെയാണ്. ദർവകരേന്ദ്രശയനാദയാനിധേ, അനന്തശയനൻ, അനന്തരൻ ശയിക്കുന്ന മഹാവിഷ്ണു നാരായണനും ഭഗവാൻ തന്നെ അങ്ങ് തന്നെയാണ്. ആദിമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിന് ഈശ്വരൻ. ആദിയും മധ്യവും അന്തവും ഒന്നും അല്ലാത്ത പരിപൂർണ. ആദി ഉണ്ടെന്ന് എങ്ങനെ അറിയും? ഭഗവാൻ ആദിയില്ല, അന്ത്യം മധ്യമില്ല. ഇത് ആദ്യം അറിഞ്ഞെങ്കിലേ നമുക്ക് മധ്യവും അന്ത്യവും അറിയും. ഇതൊന്നും അറിയാത്ത എന്നോ ഇവിടെ ഉള്ളതാണ്, ഉണ്മയാണ്, ഉള്ളതാണ്, ഉണ്ടായതല്ല, ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് ഇതിന് നമുക്കൊക്കെ ആദിയുണ്ട്. നമ്മൾക്ക് ഇന്ന ദിവസം നമ്മളെ അമ്മ ഇത്ര വർഷം മുമ്പ് എന്നെ പ്രസവിച്ച് ഞാനിവിടെ ഭൂമിയിൽ വന്നു. അങ്ങനെ അത് ഭഗവാന് മീതെ ഒരാളുണ്ടെങ്കിൽ അത് അറിയാമായിരുന്നു. ഭഗവാന് മീതെ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ ലോകപിതാവ് എന്ന് വന്നെന്നോ എന്നുണ്ടായതെന്നോ അതിന് ആദ്യം എന്നായിരുന്നെന്നോ മധ്യം എവിടം വരെ എത്തിയെന്നോ ഇനി എവിടം വരെ ഉണ്ടെന്നൊന്നും ലോകത്ത് ആർക്കും നിശ്ചയിക്കാനൊക്കത്തില്ല. ആ ഭഗവാന്റെ കാര്യം ആ ഭഗവാന് മാത്രമേ അറിയാൻ പറ്റൂ. കാരണം അതിൽക്കും മേലെ പോയി നമ്മുടെ കാര്യം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ അമ്മയും അച്ഛനും പറഞ്ഞു, നീ എൻ്റെ മകളാ, നീ നിന്റെ നാളിതാ, നിന്റെ പേരിതാണ്, നിന്റെ ജനനം ഇത്ര വർഷത്തിൽ ഇന്ന തീയതിയാന്ന് പറഞ്ഞു തരണം നമ്മൾ അറിയുന്നത്. അതുപോലെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഭഗവാൻ പരമേശ്വരന് ആരും ഇല്ല. തലക്കെട്ടിൽ ഒരാളുണ്ടെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നുണ്ടായെന്നോ അതിന് ആദ്യം എന്തെന്നോ അതിന് മധ്യം എന്താണെന്നോ അവസാനം എന്താണെന്നോ ആർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദിമധ്യാന്ത വിഹീനൻ പരിപൂർണ ആധാരഭൂതൻ പ്രപഞ്ചത്തിന് ഈശ്വരൻ. ഈ പ്രപഞ്ചത്തിനല്ല ഈശ്വരനാണ്, അച്യുതനാണ്, അവ്യൻ, അവ്യക്തൻ, അദ്വയൻ, സച്ചിൽ പുരുഷൻ, പുരുഷോത്തമൻ, പരൻ, നിശ്ചലൻ, നിർമ്മമൻ, നിഷ്കളൻ, നിർഗുണൻ, നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ. ആർക്കും അറിയാൻ പറ്റത്തില്ല. നിശ്ചയിച്ചാല് നിർവികാരൻ, നിരാകാരൻ, നിരീശ്വരൻ, നിർവികൽപ്പൻ, നിരുപാശ്രയൻ, ശാശ്വതൻ, ഷഡ്ഭാവഹീനൻ. അതായത് നമുക്കൊക്കെ 6 ഭാവമുണ്ട്. നമുക്ക്
ജനിക്കുമ്പോൾ ഒരു ഭാവം, പിന്നെ ബാല്യം, കൗമാരം, വാർദ്ധ യൗവനം, വാർദ്ധക്യം, മരണം. പക്ഷേ ഈ പരമാത്മാവിന് ഈ ആറ് ഭാവഹീനൻ ഇല്ല. ഭഗവാന് ഒരു ഭാവം എപ്പോഴും ഒരേ അവസ്ഥയാണ്. ജനനമെന്നോ ബാല്യമെന്നോ യൗവനമെന്നോ ഒന്നുമില്ല. ഷഡ്ഭാവഹീനൻ ഇല്ല, ആറ് ഭാവം ഇല്ല. പ്രകൃതിപരൻ പുമാൻ സർവ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാ മനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ ജ്ഞാനിക ത്വൽപാദ ഭക്തി നിശ്രേണിയെ സാനന്ദ ആശു സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗാഖ്യ സൗധം കരേറിടുവാൻ, അതായത് ജ്ഞാന യോഗാഖ്യ സൗധം മാളിക, അതായത് ജ്ഞാനയോഗം എന്ന മാളികയിൽ കയറുവാൻ. ജ്ഞാനയോഗം, അറിവിൻ്റെ മാളിക, അത്രമാത്രം ഉയർച്ചയിലെത്താൻ എന്ത് വേണം? കരേറിടുവാൻ. മാനസേ കാമിച്ചു വന്നേൻ ജഗൽപതേ. ഈ രാവണനെടുക്കുന്നത് ഞാൻ അത്രമാത്രം ഭഗവാനെ ഈ സൗധം കരേറാൻ, ജ്ഞാനയോഗ ആഖ്യ സൗധം കരേറിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപതേ. അത്രയ്ക്കും ആ സൗധം കയറാനുള്ള ഒരു ആഗ്രഹിച്ചാണ് വന്നത്. സീതാപദേ രാമ കാരുണികോത്തമ യാതുധാന അന്തക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവ സാഗരഭീതനാം എന്നെ രക്ഷിച്ചു കൊള്ളണമേ. അതായത് യാതുധാന അന്തക, രാവണന്റെ അന്തകനായിരിക്കുന്ന കാലൻ. രാവണാരേ ഹരേ സീതാപദേ രാമ കാരുണിക ഉത്തമ, കരുണാകര, ഉത്തമോത്തമനായ ഭഗവാനെ കരുണാകര. പാദാംബുജം നമസ്തേ ഭവ സാഗരഭീതം, അതായത് അങ്ങയുടെ പാദം നമിക്കുന്ന എന്താ? ഭവസാഗരം, സമുദ്രം പോലെ. ഭീതനാം, അദ്ദേഹം ഭയന്ന് വരുതാ. ഈ രാവണന് ചന്ദ്രഹാസം കൊണ്ട് അയാളെ ആഹാരം ഊണാക്കുമെന്ന് പറഞ്ഞ് അയാൾക്ക് നന്മ പറഞ്ഞിടത്തപ്പോൾ അയാളെ വിരട്ടി അവിടുന്ന് ഭയന്ന് ഇവിടെ വന്നാൽ എന്താ അവസ്ഥ അതും അറിയാൻ വയ്യ. എന്നാൽ അദ്ദേഹം ശരണാഗതി അടഞ്ഞ് വന്നിട്ട് പറയുന്നു, ഞാൻ ഭവസാഗര ഭീതനാം, എന്നെ അത്രത്തോളം ഞാൻ ഭയക്കുന്ന എന്നെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് പറയുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ പറയണം, ഭഗവാനോട് നമ്മളെ രക്ഷിക്കണമേ. എന്താണ് നമ്മുടെ അവസ്ഥ? ആ അവസ്ഥ പറഞ്ഞുകൊണ്ട് മറ്റാരും നമുക്ക് ആശ്രയമില്ല ഭഗവാനെ എന്ന് നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. ഭക്തിപരവശനായി സ്തുതിച്ചെളിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ട് മുക്തസ്മിതപൂർവം ഏവം അരുൾ ചെയ്തു. ഭഗവാൻ സന്തോഷമായി ഭക്തപ്രിയനെ പരമാനന്ദത്തോടുകൂടി തന്നെ അരുൾ ചെയ്യുന്നുണ്ടാ പറയുന്നത്. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ, ഞാൻ വരദാനൈക തൽപരനാണ്. എന്താണ് നിനക്ക് ഇഷ്ടമായ വരം നീ ചോദിക്കൂ, സന്തുഷ്ടനായിട്ട് ഞാൻ നിനക്ക് വരദാനയ്ക്ക് തൽപരനാണ്. ഒട്ടുമേ താപം ഒരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ. എന്നെ കണ്ടു കിട്ടുന്നതാണ് പ്രയാസം. ഇവിടെ ഇപ്പം ഓടിത്തകർത്ത് ആർത്തി പിടിച്ച് രാവണനെയും കളഞ്ഞ് കുടുംബം എല്ലാം കളഞ്ഞ് ത്യജിച്ചിട്ട് പരമാത്മൻ്റെ അടുക്കൽ വന്നാൽ പിന്നെ കളയൂ ഭഗവാൻ. അതുകൊണ്ട് ഒട്ടുമേ താപം ഒരുത്തനെ എന്നെ കണ്ടു കിട്ടിയാൽ. ഈ ഈശ്വരനെ പരമാത്മാവായ ശ്രീരാമനെ ആണെങ്കിലും ശ്രീകൃഷ്ണനെ ആണെങ്കിലും, ഈശ്വരൻ എന്ന് വെച്ചാൽ ഏകനാണ്, അത് ഏത് രൂപമായാലും. അപ്പോൾ നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ കൃഷ്ണ എന്ന് പറയുന്നു, രാമായണം വായിച്ചപ്പോൾ ശ്രീരാമ എന്ന് പറയുന്നു. അതുകൊണ്ട് പിന്നെ എന്നെ കണ്ടു കിട്ടിയാൽ, ഭഗവാനെ ആർക്കെങ്കിലും കണ്ടു കിട്ടിയാൽ പിന്നെ എന്ത് വരും? താപം ഒരുത്തനും എന്നെ കണ്ടു കിട്ടില്ല ആർക്കും ഒരു താപവും ഒരിക്കലും പിന്നെ ഉണ്ടാകില്ല. ഓർക്ക നീ എന്നെ കണ്ടെന്ന് കിട്ടിയാൽ മതി. നമ്മളൊന്ന് ഓർക്കുക, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് അത്രത്തോളം ഭക്തിയും വിനയവും പ്രേമമാകുന്ന ഭക്തിയിലും ഒക്കെ നമ്മളൊന്ന് മുഴുകി ഭഗവാനൊന്ന് കണ്ടുപിടിച്ച് എത്തിക്കോ. പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. എൻ്റെ അനുഭവം പറയാം. ഇപ്പം തന്നെ പ്രസന്നയ്ക്കും അനുഭവം വന്ന്, അമ്മ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ്, ആനന്ദമാണ്, എനിക്കിപ്പോൾ ഒരു വിചാരവുമില്ല. മറ്റേ അസുഖത്തിനെ പറ്റി ചിന്തിക്കുമായിരുന്നു, വേറൊരു ചിന്ത അവർക്കില്ല, അവർക്ക് കുടുംബം ഇല്ലല്ലോ, സഹോദരൻ്റെ വീട്ടിലില്ലേ. അപ്പം എപ്പോഴും ഭഗവാനുള്ള ചിന്ത വന്നതുകൊണ്ടാണ് നമുക്കും അതാണ് ആവശ്യം. ഇതൊക്കെ രണ്ടാം സ്ഥാനത്ത് ഇട്ടേക്കുക. ഒരു പരുവം വരെ അങ്ങനെ മനസ്സിനകത്തുനിന്ന് കളഞ്ഞാൽ മതി. ഒരു 60 വയസ്സൊക്കെ ആയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും ത്യജിച്ചു ഈശ്വരനെ തന്നെ നോക്കണം. അപ്പോൾ നമുക്ക് എന്തുവരും? ഭഗവാനെ പിടികിട്ടും. അത് കിട്ടിയാൽ പിന്നെ നമുക്ക് ഒരു വിഷമവും ഉണ്ടാകത്തില്ല. ഒട്ടുമേ താപം ഒരുത്തന് എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ല. ഓർക്കാ നീ ഒരിക്കലും പിന്നെ അവൻ വിഷമിക്കേണ്ടി വരത്തില്ല. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ട് ഉണർത്തിച്ചരുളിനാൻ. ധന്യനായേ കൃതകൃത്യനായേനഹം. അദ്ദേഹത്തിന് ചെയ്യേണ്ടത് ചെയ്തവൻ.
അയാൾക്ക് എന്താണ് അത് അയാൾക്ക് കിട്ടി. ധന്യനായേൻ കൃതകൃത്യനായേൻ അഹം, ഞാൻ കൃതകൃത്യനായി. ധന്യാകൃതേ കൃതകാമനായേനഹം, ഞാനിവിടെ എൻ്റെ ആഗ്രഹം വരെ കാരണം അദ്ദേഹം ഇതിനു വേണ്ടി വന്നു. ഭഗവാൻ അത് ഏറ്റ് അത് സന്തോഷമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നെ കണ്ടു കിട്ടിയാൽ അപ്പം കണ്ടു, പിന്നെ അയാൾക്ക് പറഞ്ഞൂടെ ഞാൻ ധന്യനാണെന്ന്. എന്നെ കണ്ടു കിട്ടാത്തതാണ് കാര്യം. കണ്ടു കിട്ടിയാൽ പിന്നെ ഒരിക്കലും ദുഃഖം ഉണ്ടാകത്തില്ല. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, വിഭീഷണൻ ഭഗവാനെ കണ്ടു. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം ത്വൽപാദ പത്മാവലോകനം കണ്ട്. അപ്പം ഭഗവാന്റെ പാദം അവലോകനം ഞാൻ കണ്ടു. ത്വൽപാദ പത്മാവലോകനം കൊണ്ട് ഞാനിപ്പോൾ വിമുക്തനായേൻ, ഇല്ല സംശയം, ഒരു സംശയമില്ല, ഞാൻ മുക്തനായി വിമുക്തനായി. എനിക്കിനി ഒന്നും ഭയക്കാനില്ല. ഭഗവാൻ പറഞ്ഞ വാക്ക് അനുസരിച്ചാൽ, അത് വിശ്വസിച്ചാൽ പിന്നെന്താ ഇനി ഭയക്കേണ്ട കാര്യമുണ്ടോ? എന്നെ കണ്ടു കിട്ടാത്തതാണ് പാട്. കണ്ടു കിട്ടിയാൽ പിന്നെ ഒരു ദുഃഖവും അവർക്കുണ്ടാകത്തില്ല ഈ ലോകത്ത്. മത്സമനായൊരു ധന്യനിൽ ഊഴിയിൽ. അപ്പം എനിക്ക് എൻ്റെ സമനായി ഈ ഭൂമിയിൽ ആരുമില്ല. കാരണം എന്താ, കണ്ടു കിട്ടാത്തവരാണ് എല്ലാവരും. അതുകൊണ്ട് കണ്ടതുകൊണ്ട് എനിക്ക് സമനായൊരു ധന്യനില്ല ഈ ഊഴിയിൽ, ഭൂമിയിൽ എന്നെപ്പോലെ ആരുമില്ല എന്ന് ആര് പറയുന്നു? ധൈര്യപൂർവ്വം വിഭീഷണൻ പറയുന്നു. മത്സമനായൊരു ശുദ്ധനുമില്ലഹോ, എന്നെ കണക്കൊരു ശുദ്ധനുമില്ലഹോ. അത് നമ്മൾ ഓരോരുത്തരും നമ്മളിങ്ങനെ പറയണം. ഞാനും പറയണം, എനിക്കും പറയാം. മത്സമനായൊരു ധന്യനില്ല ഊഴിൽ എനിക്കും പറയാം. കറതീർന്ന് എനിക്ക് പറയാമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ കണക്കുള്ള ഭാഗ്യം ഞാൻ തമാശ പറയല്ല മക്കളെ, ഞാനൊരു സത്യമാണ് പറയുന്നത്. ഞാൻ എന്ത് ആനന്ദിക്കും നിങ്ങൾക്കറിയൂ. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, എനിക്ക് എൻ്റെ മക്കൾക്ക് എവിടെയെങ്കിലും ഒന്ന് രണ്ടായാലും മതി, എന്തെങ്കിലും കൊടുത്തിട്ട് പോകണമെന്നായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നില്ല. അതിൽ കൂടെ ആഗ്രഹം എന്താ പിന്നെ സാധിക്കുക? വേറെ എല്ലാം നിറവാണ്, ഒന്നും എനിക്കിനി ലോകത്ത് വേണ്ടതായിട്ടില്ല. ഇതായിരുന്നു എൻ്റെ ഒടുക്കത്തെ നിലവിളി. അതും വന്നില്ലേ. അപ്പം ഞാനും ധന്യനായില്ലേ. ഭഗവാനെ ഞാൻ പ്രത്യക്ഷമായിട്ട് കണ്ടില്ലേ. അപ്പോൾ എനിക്കും പറയണം, ഊഴിയിൽ എന്നെ പോലെ ഭാഗ്യം ആർക്കുണ്ട് എന്ന്. ഇതുപോലെ മറ്റുള്ളവർക്കും ഉണ്ട്, അവരും പറഞ്ഞോണം. എന്നെ കണക്ക് ഓരോരുത്തർക്കും ഓരോന്ന് പറയാം. ഞാൻ എൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മത്സമനായൊരു ധന്യനില്ല ഊഴിയിൽ, എന്നെ പോലെ ഭൂമിയിൽ ആരുമില്ല. മത്സമനായൊരു ശുദ്ധനുമില്ല ഹോ, എന്നടക്ക് പരമശുദ്ധനായ ഹൃദയശുദ്ധിയുള്ള ഒരുത്തനും ഈ ഭൂമിയിലില്ല. എനിക്കും അത് പറയാം. എൻ്റെ ഹൃദയം നിറച്ചും ശുദ്ധമാണെന്ന് എനിക്കും പറയാം. മത്സമനായി മറ്റൊരുവനുമില്ലിഹ, ഇവിടെ എനിക്കൊപ്പമായി ഇവിടെ ഒരുത്തനുമില്ല എന്ന് എനിക്കും പറയാം. ഈ വിഭീഷണം നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയണം. ഇത് പറയാൻ വേണ്ടി ഞാനിത് അറപ്പതെന്ന് പറയുന്നത്. എനിക്കങ്ങനെ പറയാമെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞൂടെ? അത് ഉറപ്പാക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ഉറയ്ക്കൂ. നിങ്ങളും അങ്ങനെ ആകി തീരൂ. തൊൽ സ്വരൂപം മമ കാണായ കാരണാൽ. അപ്പം മത്സമനായി മറ്റൊരുവനും ഇല്ലിഹ എന്ന് പറയാൻ കാരണം എന്താ? തൊൽ സ്വരൂപം മമ കാണായ കാരണാൽ. ഇവിടെ പ്രസന്നയ്ക്കും അത് പറയാം. എന്താ, ത്രിമൂർത്തി രൂപത്തിൽ 3 രൂപത്തിലും അവർ കണ്ടു. അപ്പം അത് അവർക്കും പറയാം. തൊൽ സ്വരൂപം മമ കാണായ കാരണം. ആ കാരണം കൊണ്ടാണ് ഇവിടെ ഭഗവാനെ കണ്ട് ഈ രൂപം. അതുകൊണ്ട് ഇത്രയും അവർക്ക് ആ വിഭീഷണ ധൈര്യപൂർവ്വം പറഞ്ഞു, എൻ്റെ സമമായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല, എന്നോട് ശുദ്ധമായവരാരുമില്ല. അപ്പം ഞാൻ ധന്യനായി. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി ഇനി നിർമ്മലമാം ഭവൽ ജ്ഞാനവും ഭക്തിയും ധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തേ വിഷയസുഖ ആശയില്ലേതുമേ. ഈ മനസ്സിൽ വിഷയസുഖം, ഈ ലോകത്തിലാണ് വിഷയം, സംസാരം, അതിനൊരാശ എനിക്കില്ല. പിന്നെ എന്താ വേണ്ടത്? നിർമ്മലമാം ഭവൽ ജ്ഞാനവും ഭക്തിയും. കർമ്മബന്ധങ്ങൾ നശിപ്പാൻ, എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് വാരി കൂട്ടി ആഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്, അത് നശിക്കണം. അത് നശിപ്പതിനായി നീ നിർമ്മലമാം ഭവൽ ജ്ഞാനവും ഭക്തിയും ധ്യാന, അങ്ങേ ധ്യാനിക്കുക. സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തേ വിഷയസുഖ ആശയില്ലേതുമേ. എൻ്റെ മനസ്സിൽ മറ്റു വിഷയത്തിൻ്റെ ആശകളൊന്നുമില്ല. ത്വൽപാദ പങ്കജ ഭക്തി വാസ്തുമേ. നിത്യം ഇളക്ക് ഒഴിഞ്ഞ കൃപാനിധേ യഥാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോട് അരുൾ ചെയ്തു. എന്താ ഭഗവാൻ പറയുന്നപ്പോൾ? നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്ന അതിശുദ്ധം മതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പു മമ സീതയുമായി മുത. ഇത് നമുക്ക് കിട്ടിയാൽ മതി. എന്താണ് ഭഗവാൻ പറഞ്ഞത്? ഇത്തം ആകർണ്യ സംപ്രീതനാം രാഘവൻ. ഇതെല്ലാം കേട്ടപ്പോൾ, ഇതെല്ലാം ഈ പ്രാർത്ഥനകളെല്ലാം കേട്ടപ്പോൾ ഭഗവാൻ സംപ്രീതനായി. ഇതെല്ലാം കേട്ട് ഭഗവാൻ സംപ്രീതനായിട്ട് പറഞ്ഞു. നക്തഞ്ചരാധിപനോട് പറഞ്ഞു, നിത്യം വിഷയവിരക്തരായി. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വിരക്തയാവണം. ഇതേന്നുള്ള ഈ ലോകചിന്തയിലേക്കുള്ള വിരക്തി, കൈ കണ്ടതും കേട്ടതൊക്കെ ചെയ്യേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. എല്ലാം നമുക്ക് സാധിക്കും. എല്ലാത്തിനും എല്ലാം നിറവാവണം.
അത് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് ഒന്നും വേണമെന്ന് തോന്നത്തില്ല. എല്ലാം ഉള്ളതെല്ലാം തൃപ്തികരമായി മാറും. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായത്. എനിക്ക് പണ്ടേ ഒന്നും വേണമെന്ന് ആഗ്രഹമില്ല. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടുകയും ചെയ്യും. ആഗ്രഹമല്ല, ഞാനത് ചിന്തിച്ചാൽ അത് വന്നിരിക്കും. പിന്നെ എനിക്കെന്തിനാ ആഗ്രഹിക്കേണ്ടത്? എല്ലാം നിറവാണ്, ഒന്നും വേണമെന്നില്ല. പിന്നെ എനിക്ക് എന്തിനായിരുന്നു ഇവിടുന്ന് ഉരുണ്ട് കരഞ്ഞത്? അത് എല്ലാവർക്കും കിട്ടണമെന്നല്ല, എനിക്കത് വേണമായിരുന്നു. എനിക്ക് ഭഗവാനെ വേണമായിരുന്നു. അതിനാണ് ഞാൻ ഇവിടെ നിലവിളിച്ചത്. ബാക്കിയെല്ലാം എനിക്ക് തൃപ്തികരമാണ്. അപ്പോൾ അതുപോലെ ഭഗവാൻ പറയുന്നു, നിത്യം വിഷയവിരക്തരായി ശാന്തരായി, ഭക്തി വളർന്ന് അതിശുദ്ധമതികളായി, നല്ല മനസ്സുള്ളവരായി, ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ, അങ്ങനെയുള്ള ജ്ഞാനികളായ വിദ്വാൻമാരായിരിക്കുന്ന അറിവുള്ള യോഗികളുടെ മനസ്സിൽ ഞാനിരിപ്പു മമ സീതയുമായി മുത, എൻ്റെ സീതയുമായി മഹാഭഗവതിയായ സീതയുമായി ഞാൻ അങ്ങനെയുള്ള ഹൃദയത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, മാനസത്തിൽ. ആകയാൽ എന്നെയും ധ്യാനിച്ചൊന്ന് സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. അതുകൊണ്ട് എന്നെ നീ ചിന്തിച്ച് കഴിയൂ, എന്നാൽ നിനക്ക് എപ്പോഴും അങ്ങനെ കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം വരുമെന്ന് ഭഗവാൻ പറഞ്ഞു. ആരോടാ പറയുന്നത്? വിഭീഷണനോട്. അത്രയുമല്ല, നിന്നാൽ കൃതമായൊരു ഭക്തി കരസ്തോത്ര അത്യന്ത ശുദ്ധനായി. അപ്പോൾ അത്രയും മാത്രമല്ല, നിന്നാൽ കൃതമായൊരു ഭക്തി കരസ്തോത്ര അത്യന്ത ശുദ്ധനായി, നിത്യവും ചൊൽകയും കേൾക്കുകയും ചെയ്യലും മുക്തി വരും, അതിനില്ല ഒരു സംശയം. അപ്പം എന്തൊക്കെ വേണം? നിത്യവും എന്ത് ചെയ്യണം? ധ്യാനിക്കണം, ആരാധന, ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധനായി, ഭക്തിയും എന്തൊക്കെയാ സ്തോത്രങ്ങളും ശുദ്ധനായി എന്തൊക്കെയാ ചെയ്യേണ്ട അതെല്ലാം വഴിപോലെ നിത്യവും ചെയ്യുകയും ചൊല്ലുകയും കേൾക്കലും ചെയ്യലും മുക്തി വരും, അതിനില്ല ഒരു സംശയവുമില്ല. യുദ്ധം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട്, ഭക്തപ്രിയൻ അരുൾ ചെയ്തതു സാദരം. ഭഗവാൻ അങ്ങനെ അയാളോട് പറഞ്ഞു, എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം, അതിന്നു നീ. എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം, അതിന്ന് നീ. ലങ്കാധിപനിവനെ അഭിഷേക, എന്താ പറയാ, ലക്ഷ്മണനോടാണ് പറയുന്നത് ഭഗവാൻ. ഈ വിഭീഷണന്റെ ഭക്തിയും എല്ലാം കണ്ടിട്ട് ഭഗവാൻ ലക്ഷ്മണൻ യുദ്ധം അരുൾ ചെയ്ത് ലക്ഷ്മണൻ തന്നോടാണ് പറയുന്നത്. അനുജനോട് പറയുന്നു, ഭക്തിപ്രിയൻ അരുൾ ചെയ്ത് സാദരം, എന്നെ, അത് ഭഗവാനെ, ശ്രീരാമനെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ വരുത്തണം, അതിന്ന് നീ ലക്ഷ്മണ. ലങ്കാധിപന്, അതാ ഈ വിഭീഷണന് ലങ്കാധിപൻ ലങ്ക അധിപൻ ഇവനെന്ന്, ഈ ലങ്കയുടെ അധിപൻ ഇവനാണെന്ന് അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇനി ലങ്കയുടെ അധിപൻ ഇവനാണ്, ഇത് വിഭീഷണനാണ് എന്ന് ശങ്കാവിഹീനം, ഒരു സംശയം കൂടാതെ നമുക്ക് ഇത് അഭിഷേകം നടത്തണം. ആരോട് പറയാ? ലക്ഷ്മണനോട് പറഞ്ഞു. സാഗരവാരിയും കൊണ്ട് വന്നിടുക. സാഗരം സമുദ്രം, വാരി വെള്ളം, സമുദ്രത്തിലെ വെള്ളം കൊണ്ടുവരൂ. ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള ഇന്നിവൻ വാഴുക. ലങ്കാരാജ്യമേവൻ മമാജ്ഞയ, അതായത് അർക്കനും ചന്ദ്രനും ആകാശവും ഭൂമിയും ഭഗവാന്റെ കഥ മൽക്കഥയും ഈ ജഗത്തിലുള്ളിടത്തോളം കാലം വാഴുക. ലങ്കാരാജ്യമേവം മമാജ്ഞയ, ഭഗവാന്റെ ആജ്ഞപ്രകാരം ലങ്കയിലെ അധിപനായും രാജാവായി വാഴുക. ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യ അർത്ഥം അഭിഷേകം. അപ്പൊ ലങ്കാപുരാധിപത്യ അർത്ഥ അഭിഷേകം അൻപോട് വാദ്യഘോഷണ ചെയ്തിട്ട് ഞാൻ തൊട്ടവയ്യ, ഇനി ഒത്തിരി ഉണ്ട് വായിക്കാൻ. അങ്ങനെ അഭിഷേകം ചെയ്ത് വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിടാൻ എല്ലാവർക്കും സന്തോഷമായി. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദി വേറിട്ട് ചെയ്തിടിനാരാധരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവകിന്നരക്കും പുരുഷന്മാരും അന്തർമുത സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചതു. പേരി നിനാദം മുഴക്കിനാരുംബരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനൻ ചൊല്ലിനാൻ. അങ്ങനെ വിഭീഷണനെ സുഗ്രീവനും ആലിംഗനം ചെയ്തിട്ട് പറയുന്നത് സന്തോഷമായി. വിഭീഷണൻ ഭക്തനാണെന്ന് മനസ്സിലായ സുഗ്രീവൻ ആദ്യം പറഞ്ഞത് നമുക്കത് മനസ്സിലാക്കണം. ഒരാളിനെ പെട്ടെന്ന് കയറി രാവണൻ്റെ അടുക്കത് വന്നൊരു സഹോദരനാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരാദ്യം പറഞ്ഞ് നമുക്ക് സൂക്ഷിക്കണം, കവികുലത്തേക്ക് ഇവിടെ കാവൽ നിർത്തണം, ചിലപ്പോൾ ഉറക്കത്തിലും ചിലപ്പോൾ വധിച്ചെന്നിരിക്കും. അതൊക്കെ നോക്കിയപ്പോൾ ആരും പറഞ്ഞ രീതിയിലല്ല, വിഭീഷണൻ ഭക്തനാണെന്ന് മനസ്സിലായി. ഇപ്പം സുഗ്രീവൻ എന്ത് ചെയ്തു? പുണർന്ന് തലോടിനാൻ.
പുണ്യജനേശ്വരനായ വിഭീഷണനെ തന്നെ പുണർന്നു സുഗ്രീവനും പറയുന്നു, പാര് 7-2, അതായത് ഈ 7-2 എന്ന് പറയുന്നത് പാര്, ഈ ലോകത്ത് 7-2-14 നാഥനായി വാഴും ഈ 14 ലോകത്തിന് നാഥൻ, പാരേഴു 2-നും നാഥനായി വാഴും ഈ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ഇതാര് പറയുന്നു? സുഗ്രീവൻ പറയുന്നു. ഇവിടെ ഈ 14 ലോകത്തിലും ശ്രീരാമ ഭഗവാന്റെ കിങ്കരന്മാർ ദാസന്മാരിൽ മുഖ്യൻ ആരാണ്? ഈ വിഭീഷണനാണെന്ന് സുഗ്രീവൻ പറഞ്ഞു. വാഴുമീ മുഖ്യൻ എല്ലാവരിലും ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരിലെല്ലാം മുഖ്യനായിട്ട് നിൽക്കുന്ന ഇവിടെ വിഭീഷണനാണെന്ന് സുഗ്രീവൻ പറഞ്ഞു. രാവണ നിഗ്രഹത്തിന് സഹായവും ആവോളം ആശ ചെയ്യണം ഭവാൻ ഇനി. കാരണം അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ വിഭീഷണന് മാത്രമേ അറിയൂ. ലങ്കയിൽ എന്തെല്ലാം രഹസ്യങ്ങൾ എന്താ ഉള്ളതെല്ലാം ഈ ഇദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം മുമ്പിൽ നിന്നെങ്കിലേ പറ്റൂ. രാവണ നിഗ്രഹത്തിന് സഹായവും ആവോളം ആശോ ചെയ്യണം ഭവാൻ ഇനി. കേവലം ഞങ്ങളും നടക്കുന്നുണ്ട്, ഞങ്ങളും കൂടെ മുന്നേ ഞങ്ങൾ നടക്കുന്നുണ്ട്. സേവയാ സിദ്ധിക്കും ഏറ്റവും അനുഗ്രഹം. അവിടെ ഇത് സേവിക്കുന്നതിന് ഞങ്ങൾ ഏറ്റവും അനുഗ്രഹം ഞങ്ങൾ മുന്നേ തന്നെ നടക്കുന്നു. സുഗ്രീവ വാക്യം ആകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ച് അവനോട് ചൊല്ലിയിട്ട് ഞാൻ ചിരിച്ചിട്ട് പറയുന്നു, സാക്ഷാ ജഗന്മയനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനും ആകയാൽ എന്തു സഹായന കാര്യം അവിടേക്ക് ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ. ഗൂഢസ്ഥൻ ആനന്ദപൂർണ്ണൻ ഏകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വം അത്രേ നമുക്ക് തോന്നുന്നത്. ഗൂഢ ത്രിഗുണഭാവേന മായാബലാൽ തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. എല്ലാവരും ഒന്നുപോലെ ഏകാത്മാവായിരുന്ന ഭഗവാന്റെ ഒന്നായി നിന്നുകൊണ്ട് സേവിക്കണം. നമ്മളെല്ലാം ഒന്ന് തന്നെയാണെന്ന് അദ്വയഭാവേന തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞ് എല്ലാം നാം തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്വയഭാവന ഒന്നായി നിന്നുകൊണ്ട് സേവിക്കണം. നക്തൻ ചിരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനം തെളിഞ്ഞിടിനാൻ. ഇത് വിഭീഷൺ പറഞ്ഞിട്ട് തെളിഞ്ഞു. ഭാനുജൻ, അത് ഭാനുജൻ വെച്ചാൽ സുഗ്രീവൻ ഭാനുപുത്രനല്ലേ, അതുകൊണ്ട് ഭാനുജനും സൂര്യപുത്രനും തെളിഞ്ഞു ഇത് കേട്ടോ ഭക്തനാം. ഇനി നമുക്ക് സുഖബന്ധനം എത്ര പേപ്പറുണ്ടെന്ന് നോക്കട്ടെ. ഒത്തിരി പേപ്പറുണ്ട്, സമയം ഒരുപാട് പോയി. എന്ത് ഇത്രയും പേപ്പർ ഇപ്പോൾ വായിച്ചു തീർക്കാൻ ആ തൊണ്ടയും വയ്യല്ലോ. സുഖബന്ധനം, അതായത് ശുകനെ ദൂതനായിട്ട് ശ്രീരാമന്റെ അടുക്കലേക്ക് വിട്ടതാണ്. നമുക്കത് വായിച്ചു പോകാം മക്കളെ. രക്ഷോപരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ. പുഷ്കരെ നിന്ന് വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജന സുഗ്രീവനോടിതം. സുഗ്രീവനോട് വിളിച്ചു പറയുന്നു ഈ ശുകൻ, രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കര സൂനോ പരാക്രമവാരിധേ. നീ കേൾക്കൂ. എന്താ പേര്? സുഗ്രീവനോട് പറയുന്നു ഈ ശുകൻ. ഭാനുതനയനാം ഭാഗ്യധയാംബുധേ വാനരരാജ മഹാകുല സംഭവ. ആദിതേ ഇന്ദ്രസുതാനുജനാകയാൽ ഭ്രാതു സമാനൻ ഭവാൻ മമ. നിർണയം നമ്മൾ രണ്ടും സഹോദരങ്ങളാണ്. അതായത് മരിച്ച ഭാര്യയുടെ ആദിതേ സുതാന്റെ അനുജനാണ് ഈ ശുകൻ. അപ്പോൾ സുഗ്രീവനും ഈ ശുകനും സഹോദരങ്ങളാണ്. ഭ്രാതു സമാനൻ, സഹോദരങ്ങളാണ്. നിന്നോട് വൈരം എനിക്ക് ഏതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ല ഏതുമേ. നമ്മൾ തങ്ങളെ അങ്ങോട്ടൊരു വിരോധമില്ലല്ലോ. രാജകുമാരനാൻ രാമഭാര്യ അഹം വ്യാജേന കൊണ്ടുപോന്നേൻ. ഇതിനെന്തതേ? ഈ രാമനെ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയതിന് നിനക്കെന്താ? രാജകുമാരനാ രാമഭാര്യ അഹം വ്യാജന കൊണ്ടുപോന്നേൻ, അതിനെന്തുതേ? ഇതാര് പറയുന്ന വാക്കാ പറയുന്നത്? ശുകനോട് ഇതെല്ലാം പറഞ്ഞു വിട്ട് രാവണൻ രക്ഷോവരണ രാവണൻ ചൊല്ലുകയാലാണ് തൽക്ഷണെ വന്ന് ശുകനാൻ നിശാചരൻ പുഷ്കരെ വന്ന് വിളിച്ചു പറയുന്നു സുഗനോട് പറയുന്ന വാക്ക് ആരാണ് ശുകന് പറഞ്ഞു കൊടുക്കുന്നത്? രാവണന്റെ ദൂതനായിട്ട് വന്നേക്കുക. ഇത് പറയുന്നത് ആരാ? രാവണനാണ്. ഇതിനെ കൊണ്ട് കൊടുക്കുന്നത് ആരാണ്? ദൂതൻ. ഈ വാക്ക് ശുകൻ. ആർക്ക് കൊണ്ട് കൊടുക്കുന്നത്? സുഗ്രീവനോട്. നമ്മൾ സഹോദരങ്ങളല്ലേ, നമ്മൾ നിങ്ങളെ അങ്ങോട്ടും വിരോധമൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇവിടെ നിനക്കെന്താണ് ശ്രീരാമൻ്റെ ഭാര്യയെ രാവണൻ കൊണ്ടുപോകുന്നതിന് നിനക്കെന്താ കുഴപ്പം? ഇതൊക്കെ രാവണൻ്റെ വാക്കാണ് ഇവിടെ കൊടുത്തത്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് ഒന്ന് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് ആരാവിടെ പറഞ്ഞ് നിങ്ങൾ സംശയിക്കും. അതുകൊണ്ട് ഒന്ന് എടുത്തു പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. തൊണ്ട ഒട്ടും സമ്മതിക്കുന്നില്ല.
രാജകുമാരനാം രാമഭാര്യ അഹം അഹം ഞാൻ. ആരാണ്? രാവണൻ. വ്യാജേന കൊണ്ടുപോകുന്നതിന് ഇതിന് എന്തത്? നിനക്കെന്താ കാരണം സുഗ്രീവ? നീ എന്തിന് ഈ ശ്രീരാമനടുത്തുനിന്ന് ഇത് എന്നെ ദ്രോഹിക്കുന്നത്? രാവണനെ. കാരണം നിനക്കിതിനെന്താ? ഞാനല്ലേ കട്ടുകൊണ്ട് വന്നത്. ഇത് പറഞ്ഞു വിട്ടത് ശുകനോട്, ദൂതനോട്. ദൂതൻ ആ വാക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പറയുന്നത് ശുകനാണെങ്കിലും വാക്കാരുടെ? രാവണൻ്റെ ആണ്. നമ്മൾ ശ്രദ്ധിക്കണം. മർക്കടസേനയോട് അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്ക് പോയിക്കൊള്ളുക നീ. അതുകൊണ്ട് നീ ഈ വാനരന്മാരുമായിട്ട് നീ പെട്ടതിനെ നിന്റെ കിഷ്കന്ധ നഗരിക്ക് പൊക്കുകയുള്ളൂ സുഗ്രീവനോട് പറഞ്ഞു. രാവണന്റെ വാക്കാണേ. വിദേവാദികളാലും അപ്രാപ്യമായി ഒന്ന് കേവലം എന്നോട് ലങ്കാപുരമെടോ. ദേവന്മാർക്ക് പോലും പ്രാപിക്കാൻ പറ്റാത്തവണ്ണം അത്ര ലങ്കാപുരം അത്ര ശോഭനമാണ് ദേവലോകത്തിനേക്കാളും. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്ന് കാട്ടുന്നതെന്നോടിവിടെ വന്ന അന്ധകാരം നനച്ചിടായ നീ വൃഥ. നീ എന്താ ഇവിടെ നിന്ന് കാട്ടുന്നതിന്? എന്തിനു ഇതൊക്കെ കാണിക്കുന്നു സുഗ്രീവ? രാവണൻ എന്ന് വെച്ചാൽ ആരാ നിന്റെ വിചാരം? ഇത്തം ശുഗോക്കതികൾ. ശുഗനാണ് പറയുന്നത്, ശുഗോന്റെ വാക്കുകൾ. ഇത്തം ദൂതൻ. ഇത്തം ശുഗോക്കതികൾ കേട്ടു കാപികുല ഉത്തായ ചാടിപ്പിടിച്ച ആരാതിദ്രം. ഇത് കേട്ടവൻ സഹിക്കോയാഞ്ഞ് വാനരന്മാരെന്ത് ചെയ്ത്, കുരങ്ങന്മാർ ഇവനെ ആകാശത്ത് പറയുമല്ലയോ, പെട്ടെന്ന് ചാടി പിടിച്ച് ഈ ശുഗനെ. മുഷ്ടിപ്രഹങ്ങളേറ്റു ശുഗൻ അതിക്ലിഷ്ടനായി ഏറ്റവും കരഞ്ഞു തുടങ്ങിയ പെട്ടെന്ന് ചാടി പിടിച്ചപ്പം കുരങ്ങന്മാരല്ലേ ചാടി പിടിക്കും. അപ്പോൾ അവൻ ക്ലിഷ്ടനായി. അവനൊരു ദൂതനാ, പാവമാ. കാരണം രാവണൻ പറഞ്ഞു വിട്ടാൽ ചെയ്തല്ലേ പറ്റൂ, അന്ന് പറഞ്ഞല്ലേ പറ്റൂ. അങ്ങനെ പറഞ്ഞു. അപ്പം അയാൾ ചാടി പിടിച്ചപ്പോൾ അവൻ കരഞ്ഞു. എങ്ങനെ പറഞ്ഞു? രാമപ്രഭു കാരുണ്യഭാരതേ രാമനാഥ പരിത്രാഹി രഘുപതേ. രക്ഷിച്ചാലും ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. ദൂതന്മാർ ഇപ്പം ഹനുമാൻ തന്നെ ലങ്ക വിഭീഷണൻ എന്താ പറഞ്ഞത്? ദൂതന്മാരെ കൊല്ലുന്നത് ശരിയല്ല രാജാക്കന്മാർ. അതുകൊണ്ട് ഇവിടെയും ഇദ്ദേഹം പറഞ്ഞു, ഭഗവാനെ രാമ പരിത്രാഹി രഘുപതി, രക്ഷിച്ചാലും ദൂതരെ ഞാൻ ദൂതനല്ലേ, കൊല്ലുമാറില്ലല്ലോ പണ്ടൊന്നും. നാഥ ധർമ്മത്തെ രക്ഷിച്ചു, അത് ധർമ്മമല്ല, അതുകൊണ്ട് ആ ധർമ്മത്തെ രക്ഷിക്കൂ. വാനരന്മാരെ നിവാരണം ചെയ്ത ആശുമാനവ വീര ഹദോഹം പ്രഭാഹിമാം. ഞാൻ ഹദോഹം അഹം ഞാൻ ഹദോ മരിക്കുക, ഞാൻ മരിക്കാറായി, എന്നെ ഇടിച്ചു കൊല്ലുന്നു. ഇത്തം ശുഗ പരിദേവനം കേട്ട് ശുദ്ധന്റെ പരിദേവൻ ശുഗൻ കരയുന്ന കേട്ട് ഭക്തപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ. ഇടിച്ചു കൊല്ലുന്ന സമയത്ത് ഇത്രയും കരഞ്ഞ് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു വിടാൻ, വാനരന്മാരെ വിലക്കി ചെയ്യരുത്, വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ആനന്ദം ഉൾക്കൊണ്ട് പൊങ്ങി ശുഗൻ അവിടെ അടി കൊണ്ട് കിടക്കുന്ന. ചൊല്ലിനാൻ സുഗ്രീവനോട്, ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടത് അങ്ങ് ദശഗ്രീവനോട് അത് ചൊല്ലിടുകെന്നത് കേട്ടു സുഗ്രീവനും. ചൊല്ലിനാനാശു ശുഗനോട് സത്വരം, ഞാൻ എന്താ ചെന്ന് ദൂത് പറഞ്ഞതാ, ഞാൻ എന്താ ചെന്ന് രാവണനോട് പറയേണ്ടതെന്ന് സുഗ്രീവ. സുഗ്രീവൻ പറഞ്ഞു കൊടുത്ത്, ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്ര ബലാനിതം. ബാലിയെ വേണ്ടാത്തരം ചെയ്തുകൊണ്ടല്ലേ ബാലിയെ കൊന്നത് ജ്യേഷ്ഠനെ. അതുപോലെ രാവണനെയും പുത്രന്മാരെ എല്ലാം വധിക്കണം, അതാണ് വേണ്ടുന്നത്. കാരണം ബാലി ചെയ്ത കുറ്റം ഇതുപോലുള്ളതാണല്ലോ. അപ്പം ബാലിയെ കൊല്ലാമെങ്കിൽ സുഗ്രീവൻ അതല്ലേ പറയാൻ പറ്റൂ. ഇവിടെ കാണിച്ചത് എന്താണ്? അന്യന്റെ ഭാര്യയെ പിടിച്ചോണ്ട് വെച്ചേക്കുന്നത്, സീതയെ. അപ്പോൾ ബാലിക്ക് സംഭവിച്ചതിന് ഇവിടെയും പറ്റണം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്ന് ജാനകി തന്നെയും കൊണ്ടുപോകണം എനിക്ക് കിഷ്കന്ധയ്ക്ക്. രണ്ടില്ല, അതിനൊന്ന് ചെന്ന് ചൊല്ലിയിടും നീ. എനിക്ക് ഇതിൽ രണ്ടില്ല, ഇത് തന്നെയാണ് എൻ്റെ യഥാർത്ഥം. കിഷ്കന്ധയ്ക്ക് കൊണ്ടുപോകണം. ആജ്ഞയാണ്, സഖ്യം ചെയ്തതാണ്. ശ്രീരാമനും സുഗ്രീവനും സഖ്യം ചെയ്തു പോയി. ബാലിയെ കൊന്ന് രാജ്യവും കൊടുത്ത് ഭാര്യയൊക്കെ കൊടുത്തപ്പം ഭഗവാൻ ചെയ്ത സഖ്യം ശരിക്ക് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ശ്രീരാമൻ്റെ കാര്യം നിറവേറ്റി കൊടുക്കേണ്ട കടമ ആക്കാനുള്ളത് സുഗ്രീവനാണുള്ളത്. അതുകൊണ്ട് എനിക്കത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ചോരൻ, ഈ കള്ളനായ രാവണനെ കൊന്നിട്ട് ജാനകിയും കൊണ്ട് എനിക്കൊന്ന് കിഷ്കന്ധയ്ക്ക് പോകണം. അത് നീ ചെന്ന് പറയൂ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവ് അർക്കാന്നയോത്ഭവൻ താനും അരുൾ ചെയ്തു. സുഗ്രീവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാനാണ് അർക്കോ ഉത്ഭവനാരാ? ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമൻ എന്ത് പറയുന്നു? അർക്കാത്മജോക്തിക സുഗ്രീവന്റെ ഈ ഉക്തികൾ കേട്ടപ്പോൾ, വാക്കുകൾ കേട്ടപ്പോൾ ഉത്ഭവൻ, അത് അർക്ക കുലത്തെ ജനിച്ച ഉത്ഭവനാരാ? ശ്രീരാമൻ. ഭഗവാൻ എന്ത് പറയുന്നു? വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ട് ഊന ഒഴിഞ്ഞ് അത്ര കാത്തു കൊണ്ടിടുവൻ. ഇവനെ ബന്ധിച്ചിട്ട് പെട്ടെന്ന് വിടണ്ട, എന്നെ ബന്ധിച്ചിട്ട് നിങ്ങൾ കാത്തുകൊണ്ടു ഞാൻ ഉര ചെയ്തേ അയക്കാവിതെന്ന് അത് ആനന്ദമോടെ ചെയ്തു. രഘുവൻ സന്തോഷത്തോടെ പറഞ്ഞു, പിന്നെ തൽക്കാലം ഒന്ന് ബന്ധിച്ചിട്ടേരെ, ഞാൻ പറഞ്ഞിട്ട് അയച്ചു വിട്ടാൽ മതി. വാനരന്മാരും പിടിച്ച് കെട്ടിക്കൊണ്ട് നീരത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. അങ്ങനെ ശുഗനെ പിടിച്ച് ബന്ധിച്ചിട്ട് അവർ കാത്തുകൊണ്ടിരിക്കുന്നു. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്ന് കണ്ടാർത്തനായ രാവണനോട് ചൊല്ലിയിടിനാൻ,
വാർത്തകളുള്ള വണ്ണം അത് കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ട് ഏറ്റവും ചിന്താന്വിതം ചീർത്ത ഖേദത്തോട് ദീർഘമായി ഏറ്റവും വീർത്തുപായങ്ങൾ കാണാൻ ഇരുന്നിടിനാൻ. എന്താ കാരണം? ശാർദൂല വിക്രമം, പുലിയെ പോലെ സാമർത്ഥ്യമുള്ള കവികൾ. ശാർദുലിനെ നിശാരൻ ചെന്ന് പറയുന്നു. ഇത് കണ്ടിട്ട് ഈ കവികളുടെ ബലങ്ങൾ കണ്ട് ഈ രാവണൻ ചെന്ന് ആരോ അറിയിച്ച് നിശാചരന്മാർ ഒളിച്ചും പത്തൊന്ന് കണ്ടിട്ട് ചെന്ന് വിവരം പറയുമല്ലോ. അത് കണ്ടപ്പോൾ ആർത്തനായി രാവണൻ. അങ്ങനെയാണ് ഈ വാർത്തകളുള്ള ഉള്ളവണ്ണം അത് കേട്ടപ്പോൾ അവന് വെപ്രാളമായി. രാത്രിഞ്ചരേശ്വരന് ആകെ രാവണന് ആർത്തി പൂണ്ട്. ഇങ്ങനെയൊക്കെയാണോ? ഇത്രയും ശക്തിയുള്ളവരാണോ കവികൾ, കുരങ്ങന്മാർ? അത് കേട്ടോ ചിന്താന്യതായി ദീർഘിച്ചായി ഉറക്കം ഓണില്ലാതുകൊണ്ട് ചിന്തിക്കുക എന്തിനൊരു ഉപായം. ചീർത്ത ഖേദത്തോടെ ദീർഘമായി ഏറ്റവും നീണ്ട ഒരു ചിന്തയാണ്. വീർത്ത ഉപായങ്ങൾ കാണാൻ ഇങ്ങനെ ഇന്ന് വിഷമിച്ച് ഇരിക്കുക. സേതുബന്ധനം. ഒരുപാട് പേപ്പർ കിടക്കുന്നു. സേതുബന്ധനം വെച്ചാൽ സമുദ്രത്തിൽ കടന്നു പോകണ്ടേ, അതിന് സേതു ഇടണ്ടേ, അതാണിനി. തൽക്കാലം അർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷൺ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്കുക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്ത് അത് കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും. സമുദ്രത്തിൻ്റെ ദേവനാണ് വരുണൻ. വരുണനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് വഴി കിട്ടും എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിത് തോന്നിയത് അങ്ങനെ തന്നെ എന്ന് അർണവ തീരെ കിഴക്ക് നോക്കി തൊഴുത് അർണോജലോചനയാകിയ രാഘവൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് കിഴക്കോട്ട് നോക്കി തൊഴുത് അവിടെ അർണോജലോചനാകിയ ഈ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടാൻ. അത്ഭുത വിക്രമൻ ഭക്തി കൊണ്ട് എത്രയും അവിടെ വിരിച്ച് തപസ്സരിക്കുക, എന്താ ഉപവാസം എടുക്കുവാണ് ഭരണദേവൻ പ്രസാദിക്കാൻ വേണ്ടി, ഈ സമുദ്രം വഴി കൊടുക്കാൻ. 3 അഹോരാത്രം ഉപാസിച്ചതെങ്ങനെ? 3 രാത്രിയും പകലാണ് 3 അഹോരാത്രം ഉപാവസിച്ചാൽ അതിങ്ങനെ. 3 ലോകത്തിന് നാഥനാം ഈശ്വരൻ ഏതും ഇളകിയില്ല വാരധി, അതും വാരധിയും അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും. 3 അഹോരാത്രം ഉപവസിച്ച് ഒന്നും കഴിക്കാതിരുന്ന് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാനായിട്ട് 3 ലോകത്തിൻ്റെ നാഥനായിരുന്ന ഈ ശ്രീരാമൻ 3 അഹോരാത്രം ഉപവസിച്ചിങ്ങനെ ഇരുന്നിട്ടും ഏതും ഇളകിയില്ല വാരധി, സമുദ്രം ഒരനക്കവും കുലുക്കവും ഉണ്ടായില്ല. അപ്പോൾ എന്തു വന്നു? ക്രോധേന രക്താന്ത നേത്രനാം നാഥനും ഭഗവാന്റെ കടക്കണ്ണിങ്ങനെ ചുമന്ന് തുടിച്ച് ഒരു ക്രോധം കൊണ്ട് 3 ദിവസം 1-2 ഒന്നും കഴിക്കാതെ ഉപവാസമല്ലേ. അപ്പോഴെന്തു വന്ന്? ദേഷ്യം വന്നിട്ട് കൊണ്ടുവാ ചാപബാണങ്ങൾ, നീ ലക്ഷ്മണ നീ കൊണ്ടുവരൂ അമ്പും വില്ലും. കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം, നിങ്ങൾ കണ്ടുള്ളൂ എൻ്റെ വിക്രമം, എൻ്റെ പരാക്രമം നിങ്ങൾ കാണൂ. ഇന്ന് പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. ഇന്നത് ശരിക്കെനിക്ക് ഇത് വഴി തന്നില്ലെങ്കിൽ ഇനി ഈ സമുദ്രം ഞാൻ ഭസ്മമാക്കും. മുന്നം മതിയ പൂർവന്മാർ വളർത്തതും ഇന്ന് ഞാൻ ഇല്ലാതെയാക്കും. പണ്ട് പൂർവന്മാർ വെച്ചതാണല്ലോ ഈ സമുദ്രം, ഇന്ന് ഞാനത് ഇല്ലാതെയാക്കും നിർണയം. സാഗരം എന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലം എന്നീയെ വാഴുകിൽ എന്നുമേ നഷ്ടമാക്കിടുവൻ വെള്ളം കവികുലം ഉഷ്ടമോദം പാദചാരണ പോകണം. വെള്ളമൊക്കെ ഇതിനെ പോയെങ്കിലല്ലേ അവർക്ക് നടന്നു പോകാൻ അക്കരയ്ക്ക് പോകാൻ പറ്റുള്ളൂ, അവർക്ക് ലങ്കയിൽ പോണ്ടേ എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ച് അർണവത്തോട് അരുൾ ചെയ്തു രഘുവരൻ. ഇതെല്ലാം വില്ലും കുലച്ചുകൊണ്ട് ഞങ്ങൾക്ക് കവികൾക്ക് അക്കരെ കടക്കണം, പുഷ്ടമോദം പാദചാരണം ഞങ്ങൾ നടന്നു പോകണം എന്നരുൾ ചെയ്ത് വില്ലും കുഴിയെ കുലച്ചിട്ട് അർണവത്തോട് സമുദ്രത്തോട് പറയുന്നു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളണം എൻ ദുർവാരമായ ശിലീമുഖവിക്രമം. ആർക്കും തട്ടുകൂടാത്ത അസ്ത്രപ്രയോഗ സാമർഥ്യം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളൂ. ഭസ്മമാക്കിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയം, എല്ലാവരും കണ്ടു നിൽക്കണം. വാരാനിധിയെ സമുദ്രത്തിൽ ഞാനിപ്പോൾ തന്നെ ഭസ്മമാക്കും, നിങ്ങളെല്ലാവരും വിസ്മയത്തോടെ തന്നെ നിങ്ങൾ കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്ക് കേട്ടന്നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞതും എല്ലാം പൃഥ്വിയും കാനനജാലവും എല്ലാം വിറച്ച് ഈ വാക്ക് അമ്പും കുലിച്ച് നീനെ കഠിനമായ ഭഗവാൻ പരമേശ്വരൻ ലോകപിതാവല്ലേ പറഞ്ഞ പിന്നെ അതിന് 2 ഉണ്ടോ? ആ ഒരു പറച്ചിലല്ലേ ഇത് പറഞ്ഞപ്പോൾ പൃഥ്വി ഭൂമിയും എല്ലാം വിറച്ച് ചമഞ്ഞതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും. മിത്രൻ സൂര്യനും അസ്തമിച്ചു. അപ്പോൾ എന്ത് നിറഞ്ഞു? തിമിരം, ഇരുട്ടായി. അബ്ധിയും ശോഭിച്ചു, കടലും ശോഭിച്ചു. വിട്ടാൽ കവിഞ്ഞു, അത് കര കവിഞ്ഞു. അബ്ധി ശോഭിച്ചപ്പം കര കവിഞ്ഞൊഴുകി ഉത്തങ്കമായ തരംഗാവലിയോടും അത്രമാത്രം
ഈ തിരമാല തരംഗാവലിയും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്ന അത്യുഗ്ര നക്ര തിമി ജഷാദികളും, ജഷം മത്സ്യം, നക്രം മുതലയോ എന്തെങ്കിലും ആയിരിക്കും. അത്യുഗ്രമായ നക്ര തിമിങ്ങലും, അത് തിമിന്നേ വരും, ബാക്കി എല്ലാ അക്ഷരങ്ങൾ എല്ലാം ഇടാൻ പറ്റൂല. തിമി ജഷാദികൾ മത്സ്യങ്ങളും. ഇത്രയെല്ലാം വല്ലാത്തൊരു അന്തരീക്ഷം വന്നപ്പോൾ ശോഭിച്ചപ്പോൾ ഈ സമുദ്രം ശോഭിക്കും, ഇവരെല്ലാം ഭയക്കുമല്ലോ. ത്രസ്ത്രങ്ങളെ പരിഭ്രമിച്ച്. എന്താ കാരണം? ഈ അതിക്കിടക്കുന്ന മത്സ്യങ്ങളും നക്രങ്ങളും പരിഭ്രമിക്കും. എന്താ ഈ സമുദ്രം ഇങ്ങനെ ഇളക്കവും കുലുക്കവും ഇങ്ങനെ വരുന്നത്? എന്താ കരകവിയുന്നു, ശോഭിക്കുന്നു, സമുദ്രം കോപിച്ചത് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ സംഭവിച്ചപ്പോൾ ഇവർക്ക് ഇതായി, പരിഭ്രമമായി അത് കിടക്കുന്ന ജീവജാലങ്ങൾക്ക്. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോട് അപ്പതി ദിവ്യ ആഭരണ സമ്പന്നനായ. അങ്ങനെ എന്തോന്ന് ഇപ്പം ഭയപ്പെട്ടു. അപ്പോൾ ഭയപ്പെട്ടു ആരാ? അപ്പതി. അപ്പതി എന്ന് വെച്ചാൽ അപ്പു വെള്ളം, അപ്പതി വരുണൻ. വരുണന് ഭയമായി. വരുണൻ ജലദേവനല്ലേ. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യ രൂപത്തോടും അപ്പതി ദിവ്യ ആഭരണ സമ്പന്നനായി 10 ദിക്കം നിറഞ്ഞൊരു കാന്തിയ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദ അന്തികെ വച്ച് സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്തു. എന്തൊക്കെയാ കൊണ്ടുവച്ചത്? എന്തൊക്കെയോ നല്ല നിറഞ്ഞ് കാന്തിയ ഹസ്തങ്ങൾ പരിഗ്രഹ രത്നങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഭയന്ന് വരുവാണ്. ഇതെന്താ സംഭവിക്കുന്ന അറിയാൻ പറ്റണം. വരണനെല്ലാം ദിവ്യരൂപത്തോട് വന്നിങ്ങനെ നിൽക്കുക. വിത്രസ്തനായ വെച്ചാൽ ഭയവും ഉണ്ട്. രാമപാദാന്തികയെ വെച്ച് സത്രമം ദണ്ഡ നമസ്കാരമൊക്കെ ചെയ്ത് എന്തൊക്കെയാ ഹസ്തങ്ങൾ കൈകളിൽ പരിഗ്രഹ രത്നങ്ങളും 10 ദിക്കം നിറഞ്ഞ കാന്തിയ അങ്ങനെ നല്ല തേജസ്സോടുകൂടി ഇങ്ങനെ കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് വെച്ച് ദണ്ഡ നമസ്കാരമൊക്കെ ചെയ്ത് ഭയന്നിട്ട് രക്തദാന്തലോചനാകിയ രാമനെ ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. അത്രമാത്രം ദേഷ്യം നിൽക്കുന്ന ഭഗവാനോട് വണങ്ങി ഭക്തിപൂർവ്വം സ്തുതിക്കുകയാണ്. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗൽപദേ, ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന, ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ. ആദികാലേ തവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ച് അതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിൻ തിരുവടി സൃഷ്ടിച്ചത് ഏറ്റവും ജഡസ്വഭാവങ്ങളായി. കഷ്ടം ഇത് ആർക്കു നീക്കാവൂ തവ മതം. ഞങ്ങളെ പണ്ടേ അവിടുന്ന് സൃഷ്ടിച്ചതല്ലേ, ഇതുപോലൊക്കെ ജഡസ്വഭാവങ്ങളല്ലേ ഈ പഞ്ചഭൂതങ്ങൾക്ക്. അത് ഈ കഷ്ടം ഇതാർക്കും മാറ്റാൻ പറ്റുന്നതാണോ? ഞങ്ങളിങ്ങനെ അന്നേ ഇപ്പം വെള്ളത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അത് ജഡമല്ലേ, അതിന് ജീവനില്ലല്ലോ. പഞ്ചഭൂതങ്ങൾക്ക് ഇങ്ങനെയല്ലേ വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് വന്ന ഉണക്ക് വെള്ളം താഴ്വരെ നോക്കി അത് അങ്ങോട്ടങ്ങ് ഒഴുകും. സമുദ്രം ഇങ്ങനെ നിലനിൽപ്പ് ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ അതിന് പറഞ്ഞേക്കുന്നതല്ലേ. അതുകൊണ്ട് ഞങ്ങളെ കാലസ്വരൂപനാകും നിന്റെ വഴി സൃഷ്ടിച്ചത് ഏറ്റവും ജഡസ്വഭാവങ്ങളായിട്ടല്ലേ. കഷ്ടിതം ആർക്ക് നീക്കാവതോ തവ മതം. ഇത് ആർക്കും മാറ്റാവുന്നതാണോ? പിന്നെ വിശേഷിച്ച് അതിലും ജഡത്വമായി തന്നെ ഭവാൻ പുരൻ എന്നെ നിർമ്മിച്ചതും ഇതിനേക്കാളും വിശേഷിച്ചാണ് ജഡത്വം ഏറി തന്നെയാണ് എന്നെ, അത് ഈ സമുദ്രത്തെ നിർമ്മിച്ചതും. മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെയും അന്യഥ കർത്തു ആരുള്ളത് ശക്തരായി. ഇതിനെ മറ്റു തരത്തിലാക്കാൻ ആർക്കാണ് ശക്തിയുള്ളത്? ഇങ്ങനെ മുമ്പേ അവിടെ തന്നെ അവങ്ങല്ലേ ഇതെല്ലാം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി ഇവിടെ വച്ചേക്കുന്നത്. ഇനി ഇവിടുന്ന് മാറ്റാൻ ആരാലും സാധ്യമാണോ? അത് അന്യഥാ കർത്തു ആരുള്ള ശക്തരായി. ഇതിനെ മാറ്റാൻ മറ്റൊരു രീതിയിലാക്കാൻ ആർക്കാണ് ശക്തൻ? തമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. തമസോത്ഭൂതങ്ങളായുള്ള ഈ ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ അങ്ങനെയുള്ളതാണല്ലോ, അത് താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും. തമോ ഗുണത്തിന് അറിവില്ല ജഡത്വം എന്നുവെച്ചാൽ വെറുതെ ഉണ്ടെന്നേ ഉള്ളൂ, ജീവനൊന്നും ഇല്ല. കാമലോഭാദികളും താമസ ഗുണം. മായാരഹിതനായ നിർഗുണനായ നീ. മായാരഹിതനാണ് ഭഗവാൻ, മായ ഇല്ലാത്ത ഭഗവാൻ. ഭഗവാന്റെ മായ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്, പക്ഷെ ഭഗവാന് രഹിത മായ ഇല്ല, നിർഗുണനാണ്. നീ മായാഗുണങ്ങളെ അംഗീകരിച്ചു. എന്തിനു വേണ്ടിയാ? ഈ സൃഷ്ടിക്ക് ഇവിടെ സൃഷ്ടി നടത്താൻ വേണ്ടി ഭഗവാന്റെ മായ അമ്മയ്ക്ക് ദേവിക്ക് മായ കൊടുത്ത് പ്രപഞ്ചം ഇങ്ങനെ നമ്മളെല്ലാവരോടും ഗുണങ്ങളോടുകൂടി ഇവിടെ ജീവിക്കുന്നു. നമ്മൾക്ക് ഒരു യഥാർത്ഥ ഒരു വിദ്വാൻ എന്ത് വേണം? മായയ്ക്കെല്ലാം അതീതനാകണം, പരമാത്മാവിനെ പോലെ നമ്മൾ ആകണം. രജോ ഗുണോ തമോ ഗുണോ സാത്വിക ഗുണോ ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ മേലെ പോകുമ്പം നിർഗുണമാവാം. നമുക്കും അങ്ങനെ മാറിപ്പോകണം. ഇതിൽ നിന്നെല്ലാം ഒരു ഗുണവും പിന്നെ ഇല്ലാതെ വരും. അതാണ് നമ്മൾ അങ്ങനെ അത്
എന്താ പറയുക, ഏറ്റവും അങ്ങേയറ്റത്തെ നിലയാണ്. അത് ഭഗവാനെ പോലെ എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ. അതായത് വിരാട് പുരുഷനായി വിരാട്ടായിട്ട് ചമഞ്ഞു. എന്താണ്? മായാരഹിതനായി നിർഗുണനായ ഭഗവാൻ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോഴാണ് വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ, അതായത് വിരാട്ടായി വന്നു. ഇത് നമ്മൾ അറിയണം. ആരും ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയണമല്ലോ. എന്നിട്ട് കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കിൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ആരൊക്കെയാ? ദേവാദികൾ. ആ വിരാട്ടിങ്കിൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായി. അപ്പം ഈ ഗുണം ആണ് ഇവിടെ ഈ വിരാട്ടായി വന്നത്. മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു. ആരാണ്? ഈ ഭഗവാൻ പരമാത്മാവ്. അങ്ങനെയാണ് ഇവിടെ കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു. ആ ഗുണം കൊണ്ടാണ് ഇവിടെ ഉൽപ്പന്നരാര ദേവാദികളും. തത്ര സത്വത്തിങ്കിൽ നിന്നല്ലേ ദേവകൾ. തദ്രജോഭൂതങ്ങളായ പ്രദേശാദികൾ. തമോഭൂതനായ ഭൂപതിദാനം ഉത്തമ പുരുഷ രാമദയാനിധി. മായയാച്ഛന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട് അനാരതം നിർഗുണനായി സദാ ശിൽഖരനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോഷതനാം നിൻ തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. ഇതെല്ലാം ഇങ്ങനെയുള്ള ഭഗവാനെ ഞാൻ എങ്ങനെ അറിയുന്നു? ഈ വർണ്ണൻ പറയുന്നു. ഇതെല്ലാം ഒന്നും അറിയാത്ത ഒരു ജഡം പോലെ ജഡത്വമാണ് ഈ വെള്ളത്തിൽ, ഈ സമുദ്രത്തിന്. അങ്ങനെയുള്ള ഒരറിവില്ലാത്ത മൂഢനാണ്. ഈ മൂഢനായ ഞാൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നു? മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകം ഓർക്കിൽ പ്രഭുക്കളുടെ ഇഷ്ടം ഹിതം ദണ്ഡമായതും. ഇപ്പം നമുക്കിപ്പം ജലം എങ്ങോട്ടും തിരിച്ച് നമ്മൾ ചിന്തിക്കുന്നെങ്കിലേ ആ ജലം ഇപ്പം തോട്ടിൽ തന്നെ അണ കെട്ടി നിർത്തുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യുന്ന അതൊക്കെ അതങ്ങ് അനുസരിക്കേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ജീവനില്ലാത്തതുകൊണ്ട് അത് ആരെന്ത് ചെയ്യുന്ന അതുപോലെ നടക്കുള്ളൂ. അതുകൊണ്ട് ഓർക്കിൽ ഇങ്ങനെ മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകമാർക്കിൽ പ്രഭൂണാം ഹിതം മറ്റുള്ളവരുടെ ഇഷ്ടമാണ് ദണ്ഡമായതും. ദുഷ്ടപശൂനാം യഥാലകുടം തഥാ. ഇതെനിക്ക് ഇതിൻ്റെ ഒന്നും ഇതൊക്കെ സംസ്കൃതമാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായപ്പോൾ പ്രഭൂണാം എന്ന് വെച്ചാൽ ഈ പ്രഭുക്കളുടെ ഇഷ്ടം നടത്തുകയാണ്. അവർക്കുള്ള ഹിതം എന്താണ്? ദണ്ഡം, അടിയൊക്കെ വടി കൊണ്ട് എന്നൊക്കെ ശിക്ഷ ചെയ്യുക. ദുഷ്ടപശൂനാം യഥാലകുടം തഥാ. വടി അവർക്ക് ദണ്ഡിക്കുക എന്ന് വെച്ചാൽ വടി കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പം അമ്പും വില്ലും കൊണ്ട് അവിടെ എന്ത് ചെയ്താലും വെള്ളത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാൻ അവിടെ തപസ്സിരുന്നിട്ട് കൊണ്ടുപോകാം അമ്പും വില്ലും എന്ന് പറഞ്ഞാൽ അവിടെ ആ വെള്ളം എന്തറിയുന്നു? അതാണ് ആ വർണ്ണം പറഞ്ഞത്. അവിടെ നമ്മൾ എന്ത് ചെയ്താലും അത് സഹിച്ചേ പറ്റൂ. നമ്മുടെ ഇഷ്ടം കാണിച്ചാൽ അത് സഹിക്കാനല്ല എന്ത് ചെയ്യാനാ? അതുകൊണ്ട് പ്രഭുക്കളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഭഗവാൻ എന്താ ഇഷ്ടം? അമ്പും വില്ലും പ്രയോഗിച്ച് അവിടെ ശോഷണമാക്കി നദി ഉണക്കണം, ഭസ്മീകരിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ആ വെള്ളത്തിന് വല്ലതും അറിയാമോ? അതുകൊണ്ട് അവരുടെ ഇഷ്ടം ചെയ്യുന്നു. വടി കൊണ്ട് ദുഷ്ടരെ ശിക്ഷിക്കൽ ഇതൊക്കെയാണ്. ദുഷ്ടപശുന യഥാലകുടം തഥാ. ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം. ദുഷ്ടരെ ശിക്ഷിക്കല്. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യ സാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം നതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹിമേ സന്തതം രാമ ലങ്ക മാർഗമാശു ദദാമിതേ. ലങ്കയിലേക്കുള്ള വഴി ഞാൻ തരുന്നു എങ്കിലും അങ്ങനെ പറഞ്ഞു ഈ സമുദ്രവർണ്ണൻ പറഞ്ഞു. യഥാർത്ഥ അർത്ഥം അങ്ങനെ എനിക്ക് അറിയില്ല. കാരണം ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഈ വാക്ക് മലയാളമല്ല, അക്ഷരം മലയാളത്തിലാണെങ്കിൽ പോലും ഇതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. യുദ്ധം വണങ്ങി സ്തുതിച്ച വരണനോട് ഉത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു. ഇങ്ങനെ വണങ്ങിയില്ല. ലങ്കയിലേക്ക് ലങ്ക മാർഗമാശു ദദാമി, ഞാൻ ലങ്കയിലേക്ക് പോകുന്ന വഴി തരാം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്? വണങ്ങി സ്തുതിച്ച് വരണന് ഉത്തമ പുരുഷൻ ഭഗവാൻ പറയുന്നു. ബാണം മതിയം അമോഘമതിന്നിഹ. വേണം ഒരു ലക്ഷ്യം എന്തതെന്നുള്ളതും നിഷ്ഫലമാകാത്തത്. ബാണം മതിയം അമോഘം അതിന്നിഹ. ഇവിടെ വേണം ഒരു ലക്ഷ്യം എന്തതെന്നുള്ളത്. ആ ലക്ഷ്യം പറയാം. വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിന് നീ കാട്ടിത്തരണം എനിക്ക് വരാനിതേ. വാട്ടമില്ലാതെ അത് നിഷ്ഫലമാകാത്തതുപോലുള്ള നല്ലൊരു
രീതി കാണിച്ചു തരണം. അർണവനാഥനം ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗൽപതേ. വർണ്ണൻ അന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം വർണ്ണൻ ചൊല്ലി അന്യൂനകാരണ സിന്ധു ജഗൽപതേ ഉത്തരസ്യാം ദിശി മത്തീരഭൂത തീരഭൂതലെ. അതായത് ഉത്തരസ്യ വടക്കേ ദിശയിൽ തീരഭൂതലെ, ഈ സമുദ്ര തീരത്ത് ചിത്രദ്രുമകുല്യ ദേശം സുഭിഷതം, അതായത് ദ്രുമകുല്യം എന്ന ഭംഗിയേറിയ ഒരു ദേശം, അത് സുഭിഷിതമാണ്. തത്ര പാപാത്മക്കളുണ്ടോ നിശാചരൻ, എത്രയും പാരം ഉപദ്രവിച്ചിടുവാർ അവിടെ പാപാത്മക്കളൊക്കെ ഉണ്ട്, അവർ നിശാചരാണ്, അവർ ഉപദ്രവിക്കും. വേഗാൽ അവിടേക്ക് അയക്കുക ബാണം തവ ലോകോപകാരമാമത് നിർണയം, അവിടേക്ക് ബാണം ഇത് ഇട്ടാൽ അവിടെ ലോകത്തിന് ഉപകാരമായിരിക്കും. രാമനും ബാണം അയച്ചാൽ അത് നേരെ ആമയം തേടിടും ആഭീരമണ്ഡലം. അങ്ങനെ ബാണം അയച്ച് അപ്പോൾ ആമയം തേടിടും. അപ്പം എന്തു വന്നു, ആഭീരമണ്ഡലം, അവിടെ ഇടയക്കൂട്ടം അങ്ങോട്ടുള്ള ഇത് എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നുമല്ലവേ തൂണീരവും ബുക്കിനാതരാൽ. അമ്പ ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഇടയക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, നമ്മളവിടെ പോയിട്ടുമില്ല, എനിക്കൊട്ട് അറിയാനും വയ്യ. ഇടയക്കൂട്ടം എന്നാണ് കിടക്കുന്നത്. അവിടെ അവിടെ വൃത്തിയാക്കി ഇവർക്ക് നടപ്പാതെ ആക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി വെക്കുകയാണ്. എന്നിട്ട് ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു പ്രദേശം തഥാ. അപ്പോൾ അവിടുത്തെ ആഭീരമണ്ഡലം അതെന്തായാലും അവിടെ ആഭീരമണ്ഡലമൊക്കെ നശിപ്പിക്കാനാണ്. എന്തുവെല്ലാം ഇടയക്കൂട്ടത്തിനെ അവിടെ എല്ലാം മാറ്റണം, അത് ചെയ്തെങ്കിലേ ഇത് ശരിയാവും. അപ്പോൾ ശോഭനമായി വന്ന ആ പ്രദേശം നന്നായി. തൽക്കൂലദേശവും അന്ന് തൊട്ട് എത്രയും മുഖ്യ ജനപദമായി വന്നത് എപ്പോഴും അന്ന് തൊട്ട് അവിടെ ആ ദേശം എത്രയും മുഖ്യ അത് ഇടക്കൂട്ടാണ്, രാജ്യമാണ്, അത് മുഖ്യ ജനപദമായി അവിടെ ആ രാജ്യം ജനങ്ങൾക്ക് നന്നായി ജനപദമായി അവർക്കൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യം വന്നത് ഇപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാധനം അന്നേരം ആകുലമെന്നീ മജ്ജലേ സത്വരം. സാഗരം സമുദ്രം, അങ്ങനെ സമുദ്രം വെച്ചാൽ വരണം, ഇതൊക്കെ പറഞ്ഞു. അവിടെ ജനപദമായി വരും, അതുകൊണ്ട് നീ അവിടേക്ക് അമ്പയക്കൂ. അവിടെ ഭംഗിയേറിയ ദേശമാണ്, അതെല്ലാം ആഭീരമണ്ഡലമൊക്കെ നശിച്ചാൽ ഇവിടെ അമ്പ് ചെയ്യുമ്പോൾ അതെല്ലാം വൃത്തിയായി എന്തെങ്കിലും ആയിരിക്കും. നമുക്കിപ്പോൾ ചിന്തിച്ചിട്ട് എന്താ വേണം, അത് എന്തായാലും എന്തോ ആയിക്കോട്ടെ, നമുക്ക് വായിച്ചു പോകാം. അങ്ങനെ സേതു ബന്ധിക്ക നളനാ കവിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാം. തൊണ്ടലിങ്ങനെ ഇവിടുന്ന് കഫം വന്നിങ്ങനെ നിറയുക, അത് എന്തോ ആണെന്ന് എനിക്കറിയില്ല, തൊണ്ടതമ്മലം ഉണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും ആക്കുന്നത്. അല്ല എങ്ങനെ വായിക്കും? സേതു ബന്ധിക്ക നളന കവിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. നളനാണ് ഇത് ചെയ്യുന്നത്. വിശ്വകർമാവിൻ മകനാ അവനാകെ, വിശ്വകർമാവിൻ്റെ മകനാണ് നളൻ. നളനെ കൊണ്ട് നമുക്കൂടെ സേതു ബന്ധിപ്പിക്കാം. വിശ്വകർമാവിൻ മകൻ അവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനത്രയും നന്നായി ശില്പം ചെയ്യുന്നവനാണ്. വിശ്വദുരിതാപകാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്ന് പറഞ്ഞു തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറിഞ്ഞ് അരുളിടിനാൻ. അങ്ങനെ അബ്ധി അത് ഭരണൻ ഇതെല്ലാം പറഞ്ഞിട്ട് പോയി. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോട് പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തതോ സേതു സംബന്ധേന. അത് സമർത്ഥനായ പ്രാജ്ഞൻ സമർത്ഥനായ നളനെ വിശ്വകർമാൻ മകനെ വിളിച്ച് ആജ്ഞ ചെയ്തു സേതു ബന്ധിക്കാൻ. സേതു സംബന്ധേന തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ച് സത്വരം ഭഗവാനെ. അങ്ങനെ മർക്കട മുഖ്യനാകുന്ന നളനാണ്, അത് ഭഗവാനെ വന്ദിച്ച് സത്വരം. പർവ്വത തുല്യ ശരീരികളാകിന ദുർവാര വീരവി എന്ന കവികളും സർവ്വദിക്കെങ്കിലും നിന്ന് സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതരേ കുണ്ടതാഹീനം. പടുത്തു തുടങ്ങിയാൽ അവർ പർവ്വതത്തിൽ കിടന്ന് പാഷണ കല്ലുകളും എല്ലാം പറക്കി കൊണ്ടുവന്ന് ഇന്നൊക്കെ ആണെങ്കിൽ പാറ പൊട്ടിച്ച് നിരത്തിയിടും. അന്ന് അങ്ങനൊന്നും ഇല്ലല്ലോ. അവർ അവിടെ മലകളിലെല്ലാം കിടക്കുന്ന എല്ലാം കുറേ കവികളുണ്ടേ, എല്ലാവർക്കുള്ള കൈ ഓരോന്നിട്ടാലും മതി, അത്രമാത്രം പറക്കി കൊണ്ടുവന്ന് പണിയുന്നതാരാകി നളൻ, വിശ്വകർമാൻ്റെ മകൻ. കൊണ്ടുവരുന്നവ വാങ്ങി തെരുതരേ കുണ്ടതാഹീനം. പടുത്തു തുടങ്ങിനാൻ നേരെ ശതയോജനായുധമായുടൻ 5 യോജന വിസ്താരമാം വണ്ണം ഈ 5 യോജന വീതം വിസ്താരമായിട്ട് മുന്നോട്ട് പോകും. ഒരു ദിവസം 5 യോജന. യുദ്ധം പടുത്തു തുടങ്ങുന്ന വിധം രാമഭദ്രനാൻ ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരൻ ശങ്കരം രാമേശ്വരം എന്ന നാമം അറിയിച്ചു. അങ്ങനെ രാമേശ്വരൻ എന്ന നാമം കിട്ടിയത്. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹാരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്തിയ നമസ്കൃത്യ രാജീവലോചനനെ മരൾ ചെയ്തു.
യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്തിയാ ഭജിക്കുന്നത്. അപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ട് അതിശുദ്ധനായി വന്നുകൊടും മമ അനുഗ്രഹാൽ. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ നടക്കുന്നവർക്ക് ഇവർക്ക് എല്ലാ പാപവും മാറും, മുക്തിയും വന്നിടുമില്ല ഒരു സംശയം. അവർക്ക് പാപവും തീർട്ട് മുക്തിയും വരും. ഇതാ രാമേശ്വരത്തെല്ലാവരും പോയി കുളിച്ചുകൂടെ വന്നത് എന്ന് കരുതി അവനെൻ്റെ എന്താ പറയുക വിധി പോലെ പറ്റുള്ളൂ. അങ്ങനെ അങ്ങനെ ആയവന് മാത്രം ഇവിടെ കുളിക്കാൻ ചെല്ലാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മോശം കിട്ടെങ്കിൽ കിടക്കുന്ന മത്സ്യങ്ങൾക്കെല്ലാം മുക്തി കിട്ടണമല്ലോ. ആ വെള്ളത്തിലേക്ക് കിടക്കുകയല്ലേ. എവിടെ പോയാലും നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത എങ്ങനെയാ അതുപോലെ ഇരിക്കും. ഭഗവാനോട് ചേരണം യോഗം ഉണ്ടെങ്കിലേ അവിടെ ചെന്ന് അതിൽ കുളിക്കാനും പറ്റും. നമ്മൾ മനസ്സിലാക്കണം. വെറുതെ കണ്ട പാപങ്ങളെല്ലാം അവിടെ ചിലപ്പോൾ കഴുകിക്കളയാന്ന് പറഞ്ഞ് ചെന്നാലൊന്നും രക്ഷയൊന്നും ഉണ്ടാവത്തില്ല, ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ട്. അതുകൊണ്ട് അവിടെ ചെല്ലാനൊരു യോഗം വേണം. അങ്ങനെയൊക്കെ മോശം വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കുന്ന മത്സ്യങ്ങൾക്കെല്ലാം മോശം കിട്ടണ്ടേ. ശുദ്ധനായി വന്നുകൊണ്ടും മമ അനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ല ഒരു സംശയം. സേതുബന്ധത്തിൽ മജ്ജനവും ചെയ്ത് ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടുവണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി കുണ്ഠത കൈവിട്ട് വാരാണസി ബുക്ക് ഗംഗയിൽ സ്നാനവും ചെയ്തത് ആശ്രമം ഗംഗാസലിലവും കൊണ്ടുപോന്നാദരാൽ രാമേശ്വരന് അഭിഷേകവും ചെയ്തതാ ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും. നമ്മുടെ ഭാരങ്ങളിൽ അവിടെ ഇറക്കി വെച്ച് അവിടെ കുളിച്ചു. കുളിച്ച് മജ്ജനം ചെയ്യുന്ന മർത്തന് എന്നോട് സായുജ്യം വരും, അതിനില്ല ഒരു സംശയം. ഭഗവാൻ ചേരും എന്നരുൾ ചെയ്തതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും. വിശ്വകർമാത്മജാനാം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ പണി സേതുവിൻ്റെ വിദ്യുതം അതിന് പാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. ഓരോ ദിവസങ്ങളും ഓരോരോ കൂട്ടിക്കൂട്ടി കൊണ്ടുപോവാണ്. തീർന്നത് 20 യോജന. പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 പോലെ 23. 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജന ആയതം 100 യോജന 5 ആയി. ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം ഒരു വിഷമം കൂടാതെ അത്രയും സേതു 100 യോജന ഇട്ട്. സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിന. ഒരു വിഷമം കൂടാതെ വഴി കൂടെ തന്നെ നടന്ന് സേതുവിൽ കൂടെ. മാരുതി കണ്ടേ കരേറി രഘുത്തമൻ താരയെ കണ്ടേ സുമിത്ര തനയനും. അവർ രണ്ടുപേരും ഹനുമാന്റെയും അംഗത്തിൻ്റെയും തോളിൽ കയറി ആരുഹ്യ ചെന്നു. സുബേല അചലമുകളേറി ഞാൻ വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേല അചലോ ഉപരി സംപ്രാപ്യ നോക്കിയ നേരത്തെ കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. അവിടെ ചിലപ്പോൾ കാണാം ജംഭാരി ദേവേന്ദ്രൻ്റെ ദേവലോകത്തിനേക്കാളും നല്ല ഒത്ത ഒരു ലങ്കാപുരം, അത്രയ്ക്കും ശോഭയേറിയ രാവണൻ്റെ ലങ്കാപുരം. സ്വർണമയ ധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസശൈലേ ഇന്ദ്ര സന്യഭ ഗോപുര ജാലപരിഘ്ന ശതഘ്നി സമന്വിതം. കൈലാസപർവ്വതം പോലെയുള്ള ഗോപുരം, ഇരുമ്പുലക്കൾ, 100 കൊല്ലികൾ ഇവയോടുകൂടിയത്. പ്രാസാദമൂർത്തിനി വിസ്തീർണ ദേശേ മുതാ വാസവ തുല്യ പ്രഭാവന രാവണൻ രത്നസിംഹാസനേ മന്ത്രിസഭകുലേ രത്നദണ്ഡാത പത്രൈരുപശോഭിതേ. രത്നം പതിച്ച കാലുകളോട് കുടകളാൽ ശോഭിക്കുന്നത്. ഇത് രത്നസിംഹാസനം. രത്നദണ്ഡാത പത്രൈരുപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ട് വീച്ചു. നീലശൈലാഭം ദശ കിരീടോ ഉജ്ജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ. നോക്കിയപ്പോൾ എന്താ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുക. കുട്ടികളൊക്കെ വെഞ്ചാമരം കൊണ്ടൊക്കെ വീശുന്നു. ബാലത്തരുണിമാർ കൊച്ചുകുട്ടികൾ വീശി കൊടുക്കുന്നു. നീലശൈലാഭം ദശ കിരീടോ ഉജ്ജ്വലം 10 തലയിലും ദശ കിരീടം ഉജ്ജ്വലം തിളങ്ങുന്ന നീലമേഘോപമം കണ്ടു രഘുത്തമൻ. എന്ന് കണ്ടിട്ട് വിസ്മയം കൈക്കൊണ്ട് മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. അങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ വിസ്മയം കൊണ്ട് ഭഗവാന് സസ്മിതം വാനവന്മാരോട് കുരങ്ങന്മാരോട് പറഞ്ഞു. ഇനി രാവണസുഖ സംവാദം രണ്ടുപേരുടെ ആകുമ്പോൾ തീരുമക്കളെന്ന്. മുന്നേ നിബദ്ധനായൊരു സുഖ അസുരൻ നേരത്തെ അവിടെ കെട്ടി ഇടണം എന്ന് പറഞ്ഞാൽ ഒരു ദൂതൻ തന്നെ വിരവോട് അയക്കാൻ മടിയാതെ അയാളെ ഇനി കെട്ടടിച്ച് വിടൂ. ഇവരിതെല്ലാം സേതു എല്ലാം ബന്ധിച്ചതിന് ശേഷം അതുവരെ അവിടെ
കാവൽ ആളുകൾ നിന്ന് നോക്കിക്കൊണ്ട് അവിടെ കാത്തുകൊണ്ടിരിക്കുക. അയാളവിടെ ബന്ധിച്ചിട്ടൊന്നുമില്ല, അവിടെ കൂടെ നിൽക്കുന്നുണ്ട്. എങ്കിലും അയാൾ ഒരു ദൂതനാണെന്നേ ഉള്ളൂ, അല്ല ആരും ഉപദ്രവിക്കാൻ വന്നില്ല. മറ്റയാൾ രാവണൻ പറഞ്ഞു വിട്ട കാര്യമുണ്ടെന്ന് പറയണം, അത്രയേ ഉള്ളൂ, ദൂതാണ്. അതുകൊണ്ട് മുന്നേ ബന്ധിച്ച ആ ശുക അസുരനാണ് തന്നെ വിരവോട് പെട്ടെന്ന് മടിയാതെ അഴിച്ചുവിടൂ. ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്കുക വൈകാതെ. രാവണോട് ഈ വിവരങ്ങളെല്ലാം ഒന്ന് പറയട്ടെ വൈകാതെ തന്നെ എന്നരുൾ ചെയ്തു. കേട്ടു തൊഴുതവൻ ചെന്നു ദശാനൻ തന്നെ വണങ്ങിനാൻ. അങ്ങനെ അയാളെ ബന്ധനം അടിച്ചുവിടൂ എന്ന് ചെന്ന് ദശഗ്രീവനോട് കാര്യങ്ങളൊക്കെ പറയട്ടെ, ഒന്നൊഴിയാതെ എല്ലാം അറിയിക്കുക, പെട്ടെന്ന് തന്നെ എല്ലാം ചെന്ന് പറയൂ എന്നരുൾ ചെയ്ത്. അത് കേട്ടു തൊഴുത്. ഇയാൾ തൊഴുത് ചെന്ന് ദശാനൻ തന്നെ വണങ്ങിനാൻ. അയാൾ അപ്പോൾ തന്നെ ചെന്ന് രാവണനെ കണ്ട് തൊഴുത് പറയൂ, അതിന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചെന്ന് ദൂതനല്ലേ, അറിയിക്കണ്ടേ. അതാണ് ഇന്ന്. നമുക്കിനി അതിൻ്റെ ബാക്കി നമുക്ക് നാളെ വായിക്കാം. ഇതുപോലൊക്കെ തൊണ്ടയ്ക്കൊക്കെ ഇന്നിപ്പോൾ പെട്ടെന്ന് വന്നത്. ഞാൻ സന്ധ്യയ്ക്ക് നാമം ചെല്ലിട്ടപ്പോഴൊന്നും ഇനി കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ഒരു തൊണ്ട തമ്മിൽ എന്താ കാര്യം എന്നറിയത്തില്ല മക്കളെ. നാളെ ഇതുപോലൊക്കെ തന്നെ മുക്കി മൂളിയൊക്കെ ഞാൻ ഇടാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കേൾക്കുന്നത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവായിരുന്നാൽ മാത്രം മതി. അയ്യേ അമ്മ ഇങ്ങനെയൊക്കെ എന്തിനാ ഇടുന്നത് എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഒന്നിനും എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ചെയ്താലും, ഇനി കിടന്നുകൊണ്ട് ചെയ്താലും ഇരുന്നുകൊണ്ട് ചെയ്താലും ചുമച്ചാലും എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ അങ്ങനെയാണ് മക്കളെ. എനിക്കിതിലങ്ങ് ഞാൻ എൻ്റെ ശരീരത്തെ നോക്കുന്നില്ല, പിന്നെ എനിക്കെന്താ വിഷമം? ഞാൻ എൻ്റെ ഭഗവാന്റെ ഒരു അംഗമല്ലേ, ഒരു എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ഞാൻ തന്നെയല്ലേ അത്. അപ്പം ഞാൻ എന്തിന് ഇതോർത്ത് ചിന്തിക്കണം? ഇതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഇതിലെങ്കിലും ഒന്നും അർത്ഥമില്ല മക്കളെ. ഈ ചുമയും ഒക്കെ ലോകത്ത് നടപ്പാ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ ഒന്നും നാണിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം ഏകമാണെന്ന് മാത്രം ചിന്തിക്കുക. എല്ലാം ഒരമ്മ മക്കളാണ്. നമുക്കുള്ള വീട്ടിൽ നമ്മളെ അംഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചുമയ്ക്കണ്ടേ, നമ്മൾ കാര്യം പറയണ്ടേ, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാവൂ. അത് അജ്ഞാനം മാറണം. ഇതുപോലെ എല്ലാവരും ആകണം. അവിടെ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ചിലർക്ക് എന്താ, ഞാനിന്ന് എങ്ങനെ പറയും, ഇതെല്ലാം കേൾക്കൂലേ ചുമയ്ക്കുന്നത്, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഇതൊക്കെ തന്നെ കേൾക്കുന്ന മക്കൾ എനിക്ക് സന്തോഷമാണ്. എന്ത് നല്ലതാ അവർ കേൾക്കുന്നത്. എനിക്ക് ഒരാളായാലും മതി, നല്ല കമൻസോട് അത് സന്തോഷമാണെന്ന് അറിയുമ്പോൾ എനിക്കിതൊരു ആനന്ദമായി. അതുകൊണ്ടാണ് ഈ ചുമയൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഇടുന്നത്. ഈ നടുവായാലും എന്തുമായാലും ഈ അസുഖമൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ആസ്പത്രി പോലും പോയി മരുന്നൊന്നും വാങ്ങിക്കുന്നില്ല. ഇതൊക്കെ ഇതിനകത്തുള്ളതാണെന്ന് കരുതി അങ്ങ് കളയുക. അങ്ങനെ ആവണം എല്ലാവരും. എന്താ, ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ബസ് നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ മരിച്ചു എന്നൊരു ഭയം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈശ്വരനിൽ ലയിക്കുക. അപ്പോൾ നമുക്ക് ആനന്ദമായപ്പോഴും ആനന്ദത്തിൽ തന്നെ എത്ര വൈകി നമുക്ക് ഇതൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ആനന്ദമാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.